ഈ കഥ തുടങ്ങുമ്പോൾ ആദ്യം കാണിക്കുന്ന ഒരു പയ്യനെയാണ്. ഇവനാണ് ബ്രൂസ് വെയിൻ. ഗോതം സിറ്റിയിലെ ഒരു കോടീശ്വരനുണ്ട്, തോമസ് വെയിൻ. അയാളുടെ മകനാണ് ഇവൻ. ഈ ബ്രൂസിന് ഒരു കളിക്കൂട്ടുകാരുണ്ട്, റേച്ചൽ എന്നാണ് അവളുടെ പേര്. ഇന്നിപ്പം അവർ രണ്ടുപേരും കൂടെ ബ്രൂസിന്റെ പൂന്തോട്ടത്തിൽ ഇങ്ങനെ ഓടിക്കളിക്കുകയാണ്. അതിനിടയിലാണ് അവൻ കാല് തെറ്റി അവിടെയുള്ള ഒരു പൊട്ടക്കിണറ്റിലേക്ക് വീഴുന്നത്. വീണ് കഴിഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ അതിനുള്ളിലോട്ടായിട്ടൊരു ഗുഹ കാണുന്നുണ്ട്. പെട്ടെന്നാണ് ആ ഗുഹയ്ക്കുള്ളിൽ നിന്നും നിറയെ വവ്വാലുകൾ പറന്നു വരുന്നത്. അത് കണ്ട് ബ്രൂസ് ആണെങ്കിൽ പേടിച്ചുറക്കം നിലവിളിക്കുകയാണ്. ഈ ഒരു സ്വപ്നവും കണ്ടാണ് ഇപ്പൊ വലിയ ബ്രൂസ് ഞെട്ടി എഴുന്നേക്കുന്നത്. അവനിപ്പോൾ ഉള്ളത് ഭൂട്ടാനിലുള്ള ഒരു ജയിലിലാണ്. ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സ്വപ്നം കാണാറുണ്ട്. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഈ വവ്വാലുകൾ എന്ന് പറയുന്നത് ഇവന്റെ ഒരു പേടി സ്വപ്നമാണ്. അങ്ങനെ എഴുന്നേറ്റിന് ശേഷം അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. അതിനിടയിലാണ് ഒരു മൊട്ടത്തലേൻ അങ്ങോട്ട് വരുന്നത്. അവൻ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ മൊട്ടത്തലേൻ അങ്ങോട്ട് വന്നിട്ട് അവന് പിടിച്ചതിന് ശേഷം പറയുന്നത്, നീ ഇപ്പോൾ ഉള്ളത് ഒരു നരകത്തിലാണടാ, ഞാനാണ് നിന്റെ കാലൻ എന്ന് പറഞ്ഞിട്ട് ആ മൊട്ടത്തലേൻ ബ്രൂസിനിട്ട് 2 ഇടി കൊടുത്തു. എന്നാൽ ബ്രൂസിന് ഒരു കുഴപ്പമില്ല. ബ്രൂസ് എഴുന്നേറ്റിട്ട് പറയുന്നത്, നീ എന്റെ കാലനൊന്നുമല്ല, നീ എനിക്ക് വെറും ഒരു പരിശീലന വസ്തു മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് ബ്രൂസ് അവനിട്ട് ഇടിക്കാൻ തുടങ്ങി. അതിനെ തുടർന്ന് ആ മൊട്ടത്തലേന്റെ കൂട്ടത്തിലുള്ള വേറെ ചില ആൾക്കാരൊക്കെ കൊണ്ടുവന്നു. മൊത്തം 6-7 പേരുണ്ട്. എല്ലാവന്മാരുമായിട്ടും ബ്രൂസ് ഒറ്റയ്ക്ക് നിന്നിട്ട് ഫൈറ്റ് ചെയ്യാണ്. അവന്മാർക്ക് ബ്രൂസിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ അതിനിടയിലാണ് പോലീസുകാർ വന്നിട്ട് ബ്രൂസിനെ മാത്രം അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ അവരിപ്പോൾ ബ്രൂസിനെ ഒറ്റയ്ക്ക് ഒരു സെല്ലിലാക്കുകയാണ്. അങ്ങനെ അവിടെ കിടക്കുന്ന സമയത്താണ് ഒരാളിപ്പോൾ ബ്രൂസിന്റെ അടുത്തേക്ക് വരുന്നത്. ഇവന്റെ പേര് ഹെൻറി ഡ്യൂക്കാർഡ്. ഡ്യൂക്കാർഡ് ഇപ്പം ചില കാര്യങ്ങൾ ബ്രൂസിനോട് പറയാണ്. നീ ആരാണ് എന്നെനിക്കറിയാം. നീ ബ്രൂസ് വെയിൻ അല്ലേ, ഗോതം സിറ്റിയുടെ രാജകുമാരൻ. കുറ്റവാളികളുമായിട്ട് ഇടപഴകാനല്ലേ നീ ഈ ജയിലിൽ വന്ന് കിടക്കുന്നത്. നിന്നെ പോലെ ഒരാൾക്ക് ഈ കൊച്ചു ലോകത്ത് എവിടേക്ക് ഓടി ഒളിക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ഞാൻ ആരാണെന്നല്ലേ നീ ചിന്തിക്കുന്നത്? എന്റെ പേര് ഹെൻറി ഡ്യൂക്കാർഡ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് ക്രിമിനൽ ലോകം ഭയക്കുന്ന റാസൽ ഗൂളിന് വേണ്ടിയിട്ടാണ്. തിന്മയെ ഉന്മൂലനം ചെയ്ത് നീതി നടപ്പിലാക്കാനല്ലേ നീ ശ്രമിക്കുന്നത്? റാസൽ ഗൂളിന് അതിന് നിന്നെ സഹായിക്കാൻ പറ്റും. അവിടുത്തെ ലീഗ് ഓഫ് ഷാഡോസിൽ നിന്നെ ചേർക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും നാളെ നിന്നെ ഇവിടുന്ന് റിലീസ് ചെയ്യും. നിനക്ക് ഈ കാര്യത്തിന് സമ്മതമാണെങ്കിൽ നേരെ കിഴക്കോട്ട് പോരെ. അവിടെ വളരെ റെയർ ആയിട്ട് കാണുന്ന ഒരു നീല പൂവുണ്ട്. അതിലൊരെണ്ണം എടുത്തിട്ട് അവിടുത്തെ മലമുകളിലേക്ക് വാ. പിന്നത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്നും പറഞ്ഞിട്ട് ഡ്യൂക്കാർഡ് അവിടുന്ന് പോയി. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അവനെ റിലീസ് ചെയ്തു. റോഡിലാണ് ഇറക്കി വിട്ടത്. അതിനെ തുറന്ന് അവൻ ആ പൂ കണ്ടെടുത്തു. ഇനിയിപ്പം അവൻ ആ മല കണ്ടെത്തണം. അവൻ നോക്കുമ്പോൾ വലിയൊരു മഞ്ഞുവലയാണ് അവിടെ കാണുന്നത്. അത് മൊത്തം അവന് മുകളിലേക്ക് കയറണം. അങ്ങനെ കഷ്ടപ്പെട്ട് അവൻ ആ മല വലിഞ്ഞു കയറാൻ തുടങ്ങി. കുറേയൊക്കെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം അവിടെ താമസിക്കുന്ന കുറെ ആൾക്കാരുടെ വീടും ആൾക്കാരെയൊക്കെ അവൻ കാണുന്നുണ്ട്. അതിലൊരാൾ അവനോട് പറയുകയും ചെയ്തു തിരിച്ചു പോകാൻ. പക്ഷെ അവനത് കേട്ടില്ല. അവൻ പിന്നെയും മല കയറാണ്. അങ്ങനെ അവസാനം അവൻ ആ റാസൽ ഗൂളിന്റെ കോട്ടയിലേക്ക് എത്തി. ഈ സമയമാകുമ്പോഴേക്കും അവൻ വല്ലാതെ തളർന്നിട്ടുണ്ട്. അങ്ങനെ അവൻ വാതിൽ മുട്ടുകയാണ്. അതിനെ തുറന്ന് ആ കോട്ടയുടെ വാതിൽ അവന്റെ മുമ്പിൽ തുറന്നു കൊടുത്തു. ഈ സമയം അവൻ അകത്തേക്ക് ചെല്ലുമ്പോൾ റാസൽ ഗൂൾ അവിടെ ഇരിക്കുന്നുണ്ട്. അകത്തേക്ക് കയറിയതും അവിടുത്തെ ആൾക്കാർ വന്നിട്ട് ആ വാതിൽ ക്ലോസ് ചെയ്തു. അതിനിടയിൽ ആ ഡ്യൂക്കാർഡ് അങ്ങോട്ട് വന്നു. അയാൾക്കിപ്പോൾ അവനെക്കുറിച്ച് അറിയേണ്ടത് അവൻ എല്ലാത്തിനും തയ്യാറായിട്ടാണോ വന്നതെന്നാണ്. അതിനുവേണ്ടി അയാൾ ഒരു ചോദ്യം ചോദിച്ചു, നീ എന്താണ് തേടുന്നതെന്ന്. അതിന് ബ്രൂസ് പറയുന്നത്, എനിക്ക് അനീതിക്കെതിരെ പോരാടണം. അതിനൊരു മാർഗമാണ് ഞാൻ അന്വേഷിക്കുന്നത്. പേടിച്ച് കഴിയുന്നവരെ പേടിപ്പിക്കുന്നവരെ എനിക്ക് പേടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ ആ പൂ എടുത്തിട്ട് അയാൾക്ക് കൊടുത്തു. അത് മേടിച്ചതിന് ശേഷം അയാൾ പറയുന്നത്, മറ്റുള്ളവരുടെ പേടി നിന്റെ വരുതിയിലാക്കണമെങ്കിൽ ആദ്യം നീ നിന്റെ പേടിയെ തന്നെ നിന്റെ വരുതിയിലാക്കണം. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ തുടങ്ങിയാലോ? അയാൾ അത് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത്, ഞാൻ ആകെ തളർന്നിരിക്കുകയാണ്, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാണ്? അവൻ അങ്ങനെ പറയുമ്പോൾ ഡ്യൂക്കാർഡ് പറയുന്നത്, മരണം ഒരിക്കലും നീ റെഡിയാവാൻ വേണ്ടി കാത്തു നിൽക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അവനിട്ടൊരു ചവിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അവര് തമ്മിൽ ഒരു സാമ്പിൾ ഫൈറ്റ് നടക്കുകയാണ്. അതിനിടയിൽ ബ്രൂസും അയാളെ തിരിച്ചിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ ബ്രൂസിനെ ഇടിച്ചിട്ടതിന് ശേഷം ഡ്യൂക്കാർഡ് പറയുന്നത്, നിനക്ക് നല്ല സ്കില്ലുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കാൻ നിനക്ക് അറിയത്തില്ല. നിനക്ക് വല്ലാത്തൊരു പേടിയാണ്, പക്ഷെ അത് എന്നെയല്ല മറ്റെന്തിനെയോ നീ ഭയക്കുന്നുണ്ട്. അതാദ്യം നീ എന്നോട് പറ, അതിനുശേഷം നമുക്ക് ഈ ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്യാം എന്നാണ് അയാൾ പറയുന്നത്. അതിനെ തുടർന്ന് ബ്രൂസ് അവന്റെ കഥ അയാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ആ പൊട്ടക്കിണറ്റിൽ വീണതിന് ശേഷം അവന്റെ അച്ഛൻ തന്നെ വന്നിട്ട് അവനെ വെളിയിലേക്ക് ഇറക്കി. തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന വഴി അയാളുടെ കൂടെ ആൽഫ്രഡ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾ ഈ വീട്ടിലെ ഓൾ ഇൻ ഓൾ ആണ്. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് അവൻ ഈ വവ്വാലുകൾ സ്വപ്നം കണ്ടിട്ട് ഞെട്ടി എഴുന്നേക്കാറുണ്ട്. ഒരു ദിവസം അവന്റെ അച്ഛൻ അവന്റെ അടുത്തേക്ക് വന്നു. ഇപ്പൊ അവൻ എഴുന്നേറ്റതും ആ വവ്വാലിനെ കണ്ട് ഞെട്ടിയിട്ടാണ്. അത് മനസ്സിലായത് കൊണ്ട് തന്നെ തോമസ് അവനോട് പറയുന്നത്, നിന്റെ പ്രശ്നം വവ്വാലുകളല്ലേ മോൻ? അറിയോ വവ്വാലുകൾ എന്തിനാണ് നിന്നെ അറ്റാക്ക് ചെയ്തതെന്ന്? അവറ്റകൾക്ക് നിന്നെ പേടിയായിട്ടാണ്. അച്ഛൻ അത് പറയുമ്പോൾ അവന് മനസ്സിലായില്ല. എന്നെ എന്തിനാണ് വവ്വാലുകൾ പേടിക്കേണ്ടത് എന്നാണ് അവന്റെ ചോദ്യം. മോനെ, എല്ലാ ജീവജാലങ്ങൾക്കും പേടിയുണ്ട്, പ്രത്യേകിച്ച് നമ്മളെ പേടിപ്പിക്കുന്നവയ്ക്ക്. അതുകൊണ്ട് അതിനാ ഒരു രീതിയിൽ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ അച്ഛൻ അവന് ധൈര്യം കൊടുക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം അവർ ഫാമിലിയായിട്ട് പുറത്തേക്ക് ഇറങ്ങി. അവരിപ്പോൾ ഒരു ട്രെയിനിലാണ് സഞ്ചരിക്കുന്നത്. വെയിൻ എന്റർപ്രൈസസ് എന്ന് പറയുന്ന ഒരു വലിയ സാമ്രാജ്യത്തിന്റെ ഉടമയാണ് ഈ തോമസ് വെയിൻ. പക്ഷെ ആളൊരു ഡോക്ടറാണ്. ഹോസ്പിറ്റലാണ് അയാൾ എപ്പോഴും. അയാളുടെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള ആൾക്കാരാണ് അയാളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിന്റെ കാരണം അയാൾ പറയുന്നത്, എന്നെക്കാളും നന്നായിട്ട് അവരത് നോക്കിക്കൊള്ളുന്നതാണ്. ഇയാൾക്ക് ഈ പാവങ്ങളെ സഹായിക്കാൻ വലിയ താല്പര്യമാണ്. അവരിപ്പോൾ ഈ പോകുന്ന ട്രെയിൻ ഉണ്ടല്ലോ, അതുപോലും അയാൾ ഈ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ.
അങ്ങനെ അവർ നേരെ പോകുന്നത് ഒരു നാടകം കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സമയം രാത്രി അവരിപ്പോൾ നാടകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ നാടകത്തിലെ ചില ക്യാരക്ടേഴ്സ് വവ്വാലിന്റെ കോസ്റ്റ്യൂംസിലാണ്. അതുകൊണ്ട് തന്നെ ബ്രൂസിന് അത് കാണുമ്പോൾ പേടിയായി. നമുക്കിവിടുന്ന് പോവാം എന്നാണ് അവൻ അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പറയുന്നത്. അതിനെ തുറന്ന് അച്ഛനും അമ്മയും അവനെയും കൂട്ടി അവിടുന്ന് വെളിയിലേക്ക് ഇറങ്ങി. എന്നാൽ ഈ സമയത്താണ് ചിൽ എന്ന് പറയുന്ന ഒരു കള്ളൻ അവരെ ആക്രമിക്കാൻ വരുന്നത്. സാധനങ്ങളൊക്കെ എടുക്കുന്നതിന്റെ കൂട്ടത്തിൽ അവരവൻ്റെ അച്ഛനും അമ്മയും വെടിവെച്ചു. എന്നിട്ട് അവിടുന്ന് ഓടിപ്പോവുകയും ചെയ്തു. വെടി കൊണ്ടപ്പോൾ തന്നെ അമ്മ മരിച്ചു. എന്നാൽ അച്ഛനിപ്പോൾ മരിച്ചിട്ടില്ല. മരിക്കാൻ നേരത്ത് അയാൾ മകന്റെ അടുത്ത് പറയുന്നത് ഒരു കാരണവശാലും നീ പേടിക്കരുതെന്നാണ്. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയാൾ മരിച്ചു. അതൊക്കെ കണ്ട് ബ്രൂസ് ആണെങ്കിൽ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. ഈ സമയത്താണ് ഒരു പോലീസുകാരൻ അവരുടെ അടുത്തേക്ക് വരുന്നത്. ഇയാളുടെ പേര് ജെയിംസ് ഗോർഡൻ എന്നാണ്. അയാളിപ്പോൾ വന്നിട്ട് അവനെ സമാധാനിപ്പിച്ചു. അതിനിടയിലാണ് ഒരു ഉയർന്ന പോലീസുകാരൻ കണ്ടു വരുന്നത്. അയാൾ വന്ന ഉടനെ തന്നെ പറയുന്നത്, മോൻ പേടിക്കണ്ട, മോന്റെ അച്ഛനെയും അമ്മേനെയും കൊന്നവനെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ്. അങ്ങനെ ബ്രൂസിന്റെ അച്ഛന്റെ അമ്മേന്റെയും ഫ്യൂണറലൊക്കെ കഴിഞ്ഞു. അവനിപ്പോൾ വീട്ടിൽ നിൽക്കുകയാണ്. ഈ സമയത്താണ് ആൽഫ്രഡ് അങ്ങോട്ട് വരുന്നത്. ആൽഫ്രഡിനെ കാണുമ്പോൾ അവൻ വല്ലാതെ സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യം പറയാണ്. ഞാൻ കാരണമാണ് എൻ്റെ അച്ഛനും അമ്മയും മരിച്ചത്. ഒരു കാരണവശാൽ ആ നാടകം കണ്ട് ഞാൻ പേടിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അതേക്കുന്ന ആൽഫ്രഡ് പറയുന്നത്, നീ ഒരിക്കലും വിഷമിക്കരുത്, നീ കാരണമല്ല, ആ ചില്ല് കാരണമാണ് നിന്റെ അച്ഛനും അമ്മയും മരിച്ചത്, അതോർത്തും മോൻ വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവനെ സമാധാനിപ്പിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് അവനിപ്പോൾ ഡ്യൂക്കാർഡിന്റെ അടുത്ത് പറയുന്നത്. അതിനെ തുടർന്ന് അയാളിപ്പം അവനകത്തേക്ക് വിളിച്ചോണ്ട് പോയി. പിന്നീട് കാണിക്കുന്നത് അയാളിപ്പോൾ അവന് കൊടുക്കുന്ന വളരെ കഠിനമായിട്ടുള്ള ട്രെയിനിങ് ആണ്. ഫൈറ്റ് ചെയ്യാൻ മാത്രമല്ല അയാൾ അവനെ പഠിപ്പിക്കുന്നത്, പല ട്രിക്കുകളും അയാൾ അവനെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഒരു ദിവസം രാത്രി അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഡ്യൂക്കാർഡ് അവനോട് പറയുന്നത്, ഇപ്പൊ നിന്റെ മനസ്സിൽ ആ വിഷമമുണ്ടല്ലോ, നിന്റെ അച്ഛനും അമ്മയും മരിച്ചത്, അതില്ലാതാക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതിന് നീ പ്രതികാരം ചെയ്യണം. നിന്റെ അച്ഛനും അമ്മേനെ കൊന്നവനെ നീ തന്നെ പോയിട്ട് അങ്ങോട്ട് കൊന്നാളാം എന്നാണ് അയാൾ പറയുന്നത്. അതേക്കുന്ന ബ്രൂസ് പറയുന്നത്, പ്രതികാരം എന്റെ കാര്യത്തിൽ ഇനി നടക്കത്തില്ല എന്നാണ്. അത്രയും പറഞ്ഞതിന് ശേഷം അവൻ അവന്റെ ബാക്കി കഥ അയാളുടെ അടുത്ത് പറയാൻ തുടങ്ങി. ബ്രൂസ് വളർന്നു വലുതായി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അവൻ ഒരു വീട്ടിലേക്ക് വന്നു. അവന്റെ അച്ഛനെ അമ്മയെ കൊന്ന ആ ചില്ലുണ്ടല്ലോ, കോടതിയിൽ അയാളുടെ വാദമാണ് നാളെ. അത് അറ്റൻഡ് ചെയ്യാൻ ഇപ്പൊ എന്റെ കുടുംബത്തിൽ ബ്രൂസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവനിപ്പോൾ അങ്ങോട്ട് വന്നിരിക്കുന്നത്. ആൽഫ്രഡ് അവന്റെ അടുത്തുണ്ട്. ഇപ്പൊ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം ആൽഫ്രഡ് അവനോട് ചോദിക്കുന്നത്, ഇനി കുറച്ചു കാലം നീ ഈ വീട്ടിലുണ്ടാവത്തില്ല എന്നാണ്. അതേക്കുന്ന ബ്രൂസ് പറയുന്നത്, എനിക്കിവിടെ താമസിക്കാൻ താല്പര്യമൊന്നുമില്ല, ഇതെന്റെ അച്ഛന്റെ വീടാണ്, ഇത് മൊത്തം പൊളിച്ചു കളയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ ആൽഫ്രഡ് പറയുന്നത്, ഇത് നിന്റെ അച്ഛന്റെ വലിയൊരു ഓർമ്മയാണ്, ഇത് നോക്കാൻ അദ്ദേഹം ഏൽപ്പിച്ചത് എന്നെയാണ്, അതുകൊണ്ട് ഇത് പൊളിച്ചു കളയുന്നതിൽ എനിക്ക് താല്പര്യമൊന്നുമില്ല എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ അയാളോട് സംസാരിച്ചതിന് ശേഷം അടുത്തായിട്ട് ബ്രൂസ് പോകുന്നത് അവന്റെ ആ കളിക്കൂട്ടുകാരി റേച്ചലിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ആ ചില്ലിന് വേണ്ടി കേസ് വാദിക്കുന്ന വക്കീലുണ്ടല്ലോ, അയാളുടെ അസിസ്റ്റന്റ് ആണ് ഇവള്. നാളത്തെ ദിവസം അയാൾക്ക് എന്തായാലും പരോള് കിട്ടും. കാരണം അയാൾ ജയിലിലായിരുന്നപ്പം അവിടെ ഫാൽക്കോണി എന്ന് പറയുന്ന ഒരു മയക്കുമരുന്ന് ഡോൺ ഉണ്ടായിരുന്നു. അയാൾക്കെതിരെ ഈ ചില്ല് കുറെ തെളിവുകളൊക്കെ കോടതിക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കോടതി അയാൾക്ക് പരോൾ കൊടുക്കാൻ പോകുന്നത്. ആ കാര്യങ്ങളൊക്കെ റേച്ചൽ ഇപ്പൊ ബ്രൂസിന്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസമായി ഇപ്പൊ കോടതിയിൽ ആ ചില്ലിന്റെ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വാദത്തിനൊക്കെ ശേഷം കോടതി അയാൾക്ക് പരോൾ അനുവദിച്ചു. ഇതെല്ലാം കേട്ട് ബ്രൂസ് ആണെങ്കിൽ വല്ലാത്തൊരു ദേഷ്യത്തിലിരിക്കുകയാണ്. അങ്ങനെ കോടതിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവനൊരു തോക്കെടുത്തു. ഉടനെ തന്നെ ആ ചില്ലിനെ വെടിവെച്ച് കൊല്ലണം, അതാണ് അവൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചില്ല് അതിൽ നടന്നു വരാൻ തുടങ്ങി. ഈ സമയം പത്രക്കാരാണെങ്കിൽ അയാളെ പൊതിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനിടയിലാണ് ആ ഫാൽക്കോണിയുടെ ഒരാൾ വന്നിട്ട് ചില്ലിനെ വെടിവെച്ച് കൊല്ലുന്നത്. അത് കണ്ട് ബ്രൂസ് ആണെങ്കിൽ ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ കോടതിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവൻ റേച്ചലിന്റെ കൂടെയാണ് വീട്ടിലേക്ക് പോകുന്നത്. പോകുന്ന വഴിക്ക് അവൾ പറയുന്നത്, ഇപ്പൊ ചില്ലിന് പരോൾ കൊടുത്ത ആ ജഡ്ജ് ഉണ്ടല്ലോ, അത് ആ ഫാൽക്കോണിയുടെ ആളാണ്, അതുകൊണ്ടാണ് ഈ ഒരു വാദം ഓപ്പൺ കോർട്ടിൽ വെച്ചത്. സാധാരണ ഇതൊക്കെ രഹസ്യമായിട്ട് നടക്കുന്നതാണ്. ഫാൽക്കോണി എന്തായാലും ആ ജഡ്ജിന് കുറെ കാശ് എറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് അവള് പറയുന്നത്. അതേക്കുന്ന ബ്രൂസ് പറയുന്നത്, അതിനിപ്പോ എന്താ, ശരിക്കും പറഞ്ഞാൽ ആ ഫാൽക്കോണിയുടെ അടുത്ത് നന്ദിയാണ് പറയേണ്ടത്. എന്റെ അച്ഛനും അമ്മയ്ക്ക് ഇപ്പൊ നീതി കിട്ടിയില്ലേ, അവൻ മരിക്കണമെന്ന് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്, ഞാൻ അവനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അതേക്കുന്ന അവളാണെങ്കിൽ അവനെ വിളിച്ചോണ്ട് പോകുന്നത് അവിടെയുള്ള ഒരു സ്ട്രീറ്റിലേക്കാണ്. എന്റെ അവള് പറയുന്നത്, നീ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ മൊത്തം കണ്ടില്ലേ, ഇവരെല്ലാവരും മയക്കുമരുന്നിന്റെ അടിമകളാണ്. ഇതിനൊക്കെ കാരണം ആ ഫാൽക്കോണിയാണ്. മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് അയാൾ ഈ തെരുവ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ഓരോ ചില്ലുമാരുണ്ടാവുന്നത്. ഇതിനാണോ നീ അയാളോട് നന്ദി പറയേണ്ടത്? അങ്ങനെയാണെങ്കിൽ ദേ ആ കാണുന്ന ബാർ ഉണ്ടല്ലോ, നീ അവിടേക്ക് ചെല്ലെന്നും പറഞ്ഞിട്ട് അവൾ വണ്ടി നിർത്തി. അതിനെ തുടർന്ന് അവൻ നേരെ ബാറിലേക്ക് പോവാണ്. ഈ സമയം ആ ഫാൽക്കോണി അവിടെ ഇരിക്കുന്നുണ്ട്. അയാളിപ്പോൾ അവനോട് ചോദിക്കുന്നത്, എന്താ എന്നോടൊപ്പം നന്ദി പറയാനാണോ നിങ്ങോട്ട് വന്നിരിക്കുന്നത്? അതിനൊരു കുറിപ്പയച്ചാൽ പോരായിരുന്നു. അയാൾ ആ ചോദ്യം കേൾക്കുമ്പോൾ അവൻ പറയുന്നത്, തന്നോട് നന്ദി പറയാനല്ല ഞാനിങ്ങോട്ട് വന്നത്, ഗോതം സിറ്റിയിൽ ആരും തന്നെ തന്നെ ഭയപ്പെടുന്നില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതേക്കുമ്പം എന്നെ അറിയുന്നവർ മാത്രമേ എന്നെ ഭയക്കത്തുള്ളൂ മോനെ. നീ നിന്റെ ചുറ്റും നോക്കിക്കേ, അവിടെ ആരൊക്കെയാണ് ഇരിക്കുന്നത്? 2 കൗൺസിലർമാര്, ഒരു യൂണിയൻ ഓഫീഷ്യൽ, ഡ്യൂട്ടിയിലില്ലാത്ത 2 പോലീസുകാർ, പിന്നെ ഒരു ജഡ്ജി. ഇവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് എനിക്ക് നിന്നെ വേണമെങ്കിൽ കൊല്ലാം എന്ന് പറഞ്ഞിട്ട് അയാൾ തോക്കെടുത്തു. ഞാനിപ്പോൾ ഈ കാണിച്ചെന്ന ഈ പവർ ഉണ്ടല്ലോ, അതൊന്നും നിനക്ക് വിലയ്ക്ക് വാങ്ങാൻ പറ്റത്തില്ല, അത് ഭയത്തിന്റെ ശക്തിയാണ്. അയാൾ അത് പറയുമ്പോൾ, പക്ഷെ എനിക്ക് നിന്നെ പേടിയില്ല എന്നാണ് അവൻ പറയുന്നത്. അതേക്കുമ്പോൾ, അതിന്റെ കാരണം എനിക്കറിയാം, നിനക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്നല്ലേ നീ ചിന്തിക്കുന്നത്. എന്നാൽ നിനക്ക് തെറ്റി. നിന്റെ ഒരു സുഹൃത്തുണ്ടല്ലോ റേച്ചൽ, അവൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിനക്ക് സഹിക്കുമോ? പിന്നെ നിന്റെ ആൽഫ്രഡ് ഉണ്ടല്ലോ, നിങ്ങളുടെ പാചകക്കാരൻ,
അവനെന്തെങ്കിലും പറ്റിയ നീ സഹിക്കുമോ? അവരെയൊക്കെ വേണമെങ്കിൽ എനിക്ക് കൊല്ലാൻ പറ്റും. ഒരാളും എന്നോട് ചോദിക്കാൻ വരത്തില്ല. നിനക്കാണ് ഒന്നും നഷ്ടപ്പെടാനില്ലാത്തത് ബ്രൂസ്. പക്ഷെ നിനക്ക് ചുറ്റുമുള്ളവർക്ക് പലതും നഷ്ടപ്പെടാനുണ്ട്. അതുകൊണ്ട് ആസനത്തിലെ പൊടിയും തട്ടി വേഗം ഇവിടുന്ന് പോകാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അയാൾ അവനെ പറഞ്ഞുവിടാണ്. അങ്ങനെ അയാളുടെ ആൾക്കാർ അവനെ തൂക്കിയെടുത്തിട്ട് ആ ബാറിൽ നിന്ന് വെളിയിലേക്ക് എറിയാണ്. ഈ നിമിഷമാണ് ഇവർക്കെതിരെ പോരാടണം എന്നൊരു തീരുമാനം അവനെടുക്കുന്നത്. അവനിപ്പോൾ നോക്കുമ്പോൾ അവിടെ സ്ട്രീറ്റിലായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. അയാൾക്ക് കുറച്ച് പൈസ കൊടുത്തിട്ട് അവൻ അയാളുടെ കോട്ട് മേടിച്ചു. എന്നിട്ട് അവൻ്റെ കോട്ട് അയാൾക്ക് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് അവൻ നേരെ പോകുന്നത് സ്ട്രീറ്റിലെ കുറ്റവാളികൾക്കടുത്തേക്കാണ്. എന്നിട്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഒരു ദിവസം അവന് പോലീസ് പിടിച്ചു. അങ്ങനെയാണ് അവൻ ഭൂട്ടാനിൽ ആ ജയിലിലെത്തുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ അവനിപ്പോൾ ഡ്യൂക്കാർഡിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു. ഈ സമയമാകുമ്പോഴേക്കും അവൻ്റെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞു. ഇപ്പം അവൻ്റെ ആ സ്കിൽസിൽ റാസൽഗൂളിനാണെങ്കിൽ അവന് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അയാളിപ്പോൾ ബ്രൂസിനെ ലീഗ് ഓഫ് ഷാഡോസിന്റെ ലീഡറാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷെ 2 കാര്യങ്ങളാണ് അയാളിപ്പോൾ അതിനുവേണ്ടി അവനോട് പറയുന്നത്. അതിലൊന്ന്, അവിടെ ഒരു കുറ്റവാളിയെ അവർ പിടിച്ചു വെച്ചിട്ടുണ്ട്, അയാളെ കൊല്ലണം. രണ്ടാമത്തേത്, ലീഗ് ഓഫ് ഷാഡോസിന്റെ ലീഡറായി കഴിഞ്ഞാൽ അവൻ അവരെയും കൊണ്ട് പോകേണ്ടത് ഗോതം സിറ്റിയിലേക്കാണ്. ആ സിറ്റി മൊത്തം നശിപ്പിക്കണം. കാരണം അവിടെ കുറ്റകൃത്യങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ. ഈ 2 കാര്യങ്ങളാണ് അവരവനെ ഏൽപ്പിക്കുന്നത്. പക്ഷെ ഒരാളെ കൊല്ലാൻ അവൻ തയ്യാറാവുന്നില്ല. മാത്രമല്ല ഗോതം സിറ്റിയെ തകർക്കാൻ അവൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷെ അവൻ അവിടുന്ന് രക്ഷപ്പെടണം. അതിനുവേണ്ടി അവൻ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ആദ്യം അവൻ ആ സ്ഥലത്തിന് തീയിട്ടു. അതിനുശേഷം അവൻ റാസൽഗൂളുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ കുറെ നേരം ഈ ഫൈറ്റ് നടക്കുന്നുണ്ട്. അതിനിടയിൽ കുറെ സാധനങ്ങളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത് ആ റാസൽഗൂളിന്റെ മേലേക്കാണ്. അതോടുകൂടെ അയാളുടെ പണി തീർന്നു. എന്നാൽ ഡ്യൂക്കാർഡ് മരിച്ചിട്ടില്ല. അയാളവിടെ ബോധം കെട്ട് കിടക്കാണ്. അവൻ വേഗം തന്നെ ഡ്യൂക്കാർഡിനെ എടുത്തുകൊണ്ട് ആ കോട്ടയിൽ നിന്ന് വെളിയിലേക്ക് കടന്നു. അപ്പോഴേക്കും കോട്ടയാണെങ്കിൽ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അങ്ങനെ ഡ്യൂക്കാർഡിനെ രക്ഷിച്ചതിന് ശേഷം അവൻ അയാളെയും കൊണ്ട് പോകുന്നത് താഴെയായിട്ട് താമസിക്കുന്ന ഒരാളുടെ വീട്ടിലേക്കാണ്. എന്നിട്ട് ഡ്യൂക്കാർഡിനെ അയാളെ ഏൽപ്പിച്ചിട്ട് അവനവിടെ തിരിച്ചു പോകുന്നു. അങ്ങനെ അവനവിടുന്ന് തിരിച്ചെത്തി കഴിഞ്ഞപ്പം അവന് വെയിറ്റ് ചെയ്തുകൊണ്ട് ആൽഫ്രഡ് അവിടെ നിൽക്കുന്നുണ്ട്, അവരുടെ പ്രൈവറ്റ് ജെറ്റിൽ. അങ്ങനെ അവനതിനകത്തേക്ക് കയറി കഴിഞ്ഞപ്പം ആൽഫ്രഡ് ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ അവൻ്റെ അടുത്ത് പറയാണ്. അതിലൊന്ന്, അവൻ 7 വർഷമായിട്ട് അവിടേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ മരിച്ചുപോയി എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ഒരുപാട് സഹായങ്ങൾ ചെയ്തുകൊണ്ട് ഈ ബ്രൂസ് എന്റർപ്രൈസസ് ഇപ്പോൾ പാപ്പരായിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞിട്ട് അയാൾ ചോദിക്കുന്നത്, നീ ഇനി എത്ര കാലം ഗോതം സിറ്റിയിൽ ഉണ്ടാവുന്നതാണ്? അതേക്കുന്ന ബ്രൂസ് പറയുന്നത്, ഞാൻ ഉടനെ ഒന്നും സിറ്റിയിൽ നിന്ന് പോകുന്നില്ല. ഗോതം സിറ്റി കുറ്റവാളികളുടേത് മാത്രമല്ല എന്നെനിക്ക് തെളിയിക്കണം. പക്ഷെ ബ്രൂസ് വെയ്ൻ ആയിട്ട് എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല. നീതി നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റൊരു രൂപം സ്വീകരിക്കണം, ഒരു സിംബൽ ആവണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനൊരു വഴി കണ്ടെത്തിയേ പറ്റൂ എന്നാണ് അവൻ പറയുന്നത്. ഇനി കാണിക്കുന്നത് ഡോക്ടർ ക്രെയിൻ. ഇയാളൊരു കറപ്റ്റഡ് സൈക്കോളജിസ്റ്റ് ആണ്. മാത്രമല്ല ഇയാൾ വർക്ക് ചെയ്യുന്നത് ഫാൽക്കോണിയുടെ കൂടെ. ഫാൽക്കോണിക്ക് വേണ്ടി ഡ്രഗ്സ് ഒക്കെ കടത്താൻ ഇയാൾ സഹായിക്കുന്നുണ്ട്. ഇപ്പം ഇയാളുടെ മെയിൻ പരിപാടി ഈ ഫാൽക്കോണിയുടെ ഗുണ്ടകളൊക്കെ ജയിലിൽ നിന്ന് പുറത്തിയടിക്കുക. അതിന് ഇയാൾ ചെയ്യുന്നത്, ഫാൽക്കോണിയുടെ ഗുണ്ടകളെ പോലീസ് പിടിക്കുകയാണെങ്കിൽ കോടതിയിൽ വെച്ചിട്ട് ഇയാൾ വന്ന് അവരെ ചെക്ക് ചെയ്യും. എന്നിട്ട് പറയും ഇയാൾ അങ്ങനെ ജയിലിലേക്ക് വിടാൻ പറ്റത്തില്ല, കാരണം അത് അപകടമാണ്. ഇയാൾക്ക് പറ്റിയ സ്ഥലം മെന്റൽ ഹോസ്പിറ്റലാണ്. ഇപ്പം ഇന്നും അയാൾ ഒരു ഗുണ്ടയെ പുറത്തിറക്കി. എന്നാൽ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് റേച്ചൽ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ വെളിയിലേക്ക് വന്നപ്പം റേച്ചൽ ചെന്നിട്ട് അയാളുടെ അടുത്ത് കാര്യം പറഞ്ഞു. നിങ്ങൾ എന്തിന്റെ പേരിലാണ് ഈ ഫാൽക്കോണിയുടെ ഗുണ്ടകളെ പുറത്തിറക്കുന്നതെന്ന്. എന്നാൽ ക്രെയിൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അയാൾ പറയുന്നത്, ഞാൻ പറഞ്ഞ നീയും കേട്ടല്ലേ, അയാളെ ജയിലിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അത് അവിടുത്തെ ആൾക്കാർക്ക് അപകടമാണ്. അതുകൊണ്ടാണ് ഞാൻ അയാളെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തത്. പിന്നെ ഈ കാര്യങ്ങളൊന്നും എനിക്ക് നിന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ട കാര്യമില്ല എന്നും പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോയി. ഇതേസമയം തന്നെ ബ്രൂസ് ആണെങ്കിൽ അവൻ്റെ വീട്ടിലിരിക്കുകയാണ്. അവന് വേണ്ടപ്പെട്ട ചില ഇൻഫർമേഷൻസ് ഒക്കെ അവൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്യാണ്. അതിനിടയിലാണ് ഒരു വവ്വാലിന്റെ ശബ്ദം അവൻ കേൾക്കുന്നത്. അവൻ നോക്കുമ്പോൾ അവന്റെ റൂമിലായിട്ട് ഒരു വവ്വാൽ ഇങ്ങനെ പറന്നു നടക്കുന്നുണ്ട്. അതും കണ്ടുകൊണ്ടാണ് ആൽഫ്രഡ് അങ്ങോട്ട് വരുന്നത്. ആൽഫ്രഡ് പറയുന്നത്, ഇവിടെ എവിടെയോ ഈ വവ്വാലുകൾ കൂടുകൂട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോന്നും വീട്ടിനകത്തേക്ക് വരുന്നത് എന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ ഈ സമയം ബ്രൂസ് ചിന്തിക്കുന്നത് വേറൊരു കാര്യമാണ്. അവൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടിക്കാലത്ത് വീണ പൊട്ടക്കിണറുണ്ടല്ലോ, അതിനകത്തേക്ക് ഇറങ്ങി. ആ വവ്വാലുകൾ പറന്നു വന്ന ആ ചെറിയ തുരങ്കം ഉണ്ടല്ലോ, അതാണ് അവൻ നോക്കുന്നത്. അവൻ കഷ്ടപ്പെട്ട് ആ തുരങ്കത്തിന്റെ ഉള്ളിലൂടെ അപ്പുറത്തേക്ക് കാണും. അങ്ങനെ അവൻ എത്തിച്ചേരുന്നത് വലിയൊരു ഗുഹയ്ക്കുള്ളിലാണ്. അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ കാണുന്നുണ്ട്. അവൻ അതൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ് ആയിരക്കണക്കിന് വവ്വാലുകൾ അവിടെ നിന്ന് പറന്നു വരുന്നത്. അതെല്ലാം അവനിങ്ങനെ ചുറ്റും പറക്കുകയാണ്. എന്നാൽ ഇത്തവണ അവനതിനെ പേടിക്കുന്നില്ല. അവനിങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് ആ വവ്വാലുകൾ ഇങ്ങനെ ആവാഹിക്കാൻ തുടങ്ങി. ഇതേസമയം തന്നെ ഡോക്ടർ ക്രെയിൻ ആണെങ്കിൽ ഇപ്പൊ ഫാൽക്കോണിയുമായിട്ട് ഒരു മീറ്റിംഗിലാണ്. ക്രെയിൻ ഇപ്പോൾ ഫാൽക്കോണിയുടെ അടുത്ത് പറയുന്നത് ആ റേച്ചലിന്റെ കാര്യമാണ്. അവൾ ആവശ്യമില്ലാതെ നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നുണ്ട്, അതുകൊണ്ട് അവളുടെ കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനത്തിലെത്തണമെന്ന്. ഇതേസമയം തന്നെ വെയിൻ എന്റർപ്രൈസസിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്, അവിടുത്തെ ഷെയർ ഹോൾഡർ എല്ലാവരും കൂടെ. ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് നോക്കുന്നത് ഏർലി എന്ന് പറഞ്ഞ ഒരാളാണ്. അയാളിപ്പോൾ ഈ കമ്പനി പബ്ലിക് ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യമാണ് അയാളിപ്പോൾ ആ മീറ്റിംഗിൽ പറയുന്നത്. എന്നാൽ അതിനിടയിലാണ് ബ്രൂസ് അങ്ങോട്ട് വരുന്നത്. ബ്രൂസിനെ കാണുമ്പോൾ അയാൾക്ക് ശരിക്കും അത്ഭുതമായി. കാരണം ബ്രൂസ് മരിച്ചു എന്നാണ് ഇയാൾ വിചാരിച്ചിരുന്നത്. അങ്ങനെ ഏർലിപ്പം ബ്രൂസിനെ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് ആ പബ്ലിക് ആക്കാൻ പോകുന്ന കാര്യമൊക്കെ അവൻ്റെ അടുത്ത് പറഞ്ഞു. അതേക്കുന്ന ബ്രൂസ് പറയുന്നത്, അതൊക്കെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ, പക്ഷെ എൻ്റെ ഷെയർ അതെനിക്ക് വേണം. മാത്രമല്ല ഞാനൊരു ജോലി നോക്കുന്നുണ്ട്, അപ്ലൈഡ് സയൻസിലാവാനാണ് എൻ്റെ താല്പര്യം എന്നാണ് അവൻ പറയുന്നത്. അതേക്ക് നേർലി പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നീ ഫോക്സിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെല്ല്.
അങ്ങനെ ഏർലി പറഞ്ഞതിനെ തുടർന്ന് ബ്രൂസ് ഇപ്പം ഫോക്സിനെ കാണാനെത്തി. ഈ ഫോക്സ് എന്ന് പറയുന്നത് ബ്രൂസിന്റെ അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. നമ്മൾ നേരത്തെ കണ്ട ആ ട്രെയിൻ ഉണ്ടല്ലോ, നാട്ടുകാർക്ക് വേണ്ടി പണിതത്, അതൊക്കെ ഉണ്ടാക്കുന്നതിൽ ഈ ഫോക്സും അവന്റെ അച്ഛനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ ഇയാൾ ചെയ്യുന്നത് ഈ കമ്പനിയിൽ മിലിറ്ററിക്കാർക്ക് വേണ്ടി കുറെ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കോസ്റ്റ് കൂടുതലായതുകൊണ്ട് അതൊന്നും ഇവർ വിറ്റിട്ടില്ല. ഒരുപാട് സാധനങ്ങൾ ഈ കമ്പനിയിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. അതെല്ലാം നോക്കലാണ് ഇപ്പൊ ഈ ഫോക്സിന്റെ പരിപാടി. ആ കാര്യങ്ങളൊക്കെ അയാൾ ഇപ്പൊ ബ്രൂസിന് കാണിച്ചു കൊടുത്തു. ആദ്യം കാണിച്ചു കൊടുക്കുന്നത് കുറെ തോക്കുകളും മറ്റുമാണ്. പിന്നീട് അയാൾ കാണിക്കുന്നത് ഒരു കറുത്ത സ്യൂട്ടായിരുന്നു, ബുള്ളറ്റ് പ്രൂഫ് ഒരെണ്ണം. അത് ബ്രൂസിന് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നത്, ഞാൻ കുറച്ച് സാഹസിക യാത്രയ്ക്ക് പോകുന്നുണ്ട്, ഈ ഗുഹയൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത്, അതിന് ഈ സ്യൂട്ട് എനിക്ക് ഉപകരിക്കും, അതുകൊണ്ട് ഇത് ഞാനിങ്ങ് എടുക്കുകയാണ്. പിന്നെ ഈ കാര്യം ആ ഏർലി അറിയണ്ട എന്നാണ് ബ്രൂസ് പറയുന്നത്. അതേക്കുമ്പോൾ അയാൾ പറഞ്ഞിട്ട് എന്താണ്, ഇതൊക്കെ നിന്റെ തന്നെയല്ലേ എന്നാണ് ഫോക്സ് പറയുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയ ബ്രൂസ് നേരെ പോകുന്നത് ആ ഗുഹയ്ക്കുള്ളിലേക്കാണ്. ഇത്തവണ അവന്റെ കൂടെ ആൽഫ്രഡും ഉണ്ട്. അങ്ങനെ അവനിപ്പം അവിടെ ചില കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ ആൽഫ്രഡ് ആ ഗുഹയുടെ ഒരു ഹിസ്റ്ററി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഇവന്റെ മുത്തച്ഛൻ ഈ മോചിപ്പിക്കപ്പെട്ട അടിമകളെ അവിടെ നിന്ന് രഹസ്യമായിട്ട് കടത്തിക്കൊണ്ടുപോകാൻ ഉണ്ടാക്കിയതാണ് ഈ ഗുഹയും സെറ്റപ്പൊക്കെ. അയാൾ അതൊക്കെ പറയുമ്പോൾ ബ്രൂസ് ആണെങ്കിൽ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ബ്രൂസ് അടുത്തതായിട്ട് അവന്റെ സ്യൂട്ട് എടുത്തു. എന്നിട്ട് അത് മൊത്തത്തിൽ കറുത്ത പെയിന്റ് അടിക്കുകയാണ്. ഈ സമയം ആൽഫ്രഡ് അവിടെ നിൽക്കുന്നുണ്ട്. ആൽഫ്രഡ് പറയുന്നത്, ഇത് ഒരെണ്ണം നിനക്ക് തികയത്തില്ലല്ലോ നിന്റെ ഈ പരിപാടിക്ക്, 2-3 വേണ്ടി വരും. പക്ഷെ 2-3 നമുക്ക് ഓർഡർ ചെയ്യാനും പറ്റത്തില്ല, അത് കമ്പനിയിൽ സംശയം തോന്നും. അതുകൊണ്ട് അവർക്ക് സംശയം തോന്നിക്കാതിരിക്കാൻ വേണ്ടി ഒരു 10,000 ഞാൻ ഇങ്ങോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നാണ് ആൽഫ്രഡ് പറയുന്നത്. ഇനി കാണിക്കുന്നത് കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു പോലീസുകാരനെയാണ്. ഇയാളുടെ പേര് ഫ്ലാസ്. അയാൾ പതിവ് പോലെ തന്നെ അയാൾ പിരിവിന് ഇറങ്ങിയിരിക്കുകയാണ്. ഇയാളും ആ ഫാൽക്കോണിയുടെ ആളാണ്. ഈ ഫ്ലാസിന്റെ കൂടെ നമ്മൾ നേരത്തെ കണ്ട ഗോർഡൻ എന്ന് പറഞ്ഞ പോലീസുകാരനുണ്ടല്ലോ, അയാളും ഉണ്ട്. പക്ഷെ ഇയാൾ നല്ലൊരു പോലീസുകാരനാണ്. നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആ ഫ്ലാസിന്റെ കൂടെ നിൽക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഗോർഡൻ ഇപ്പം അയാളുടെ ഓഫീസിലേക്ക് എത്തി. എന്നാൽ ഈ സമയം ബ്രൂസ് അവിടെ ഇരിക്കുന്നുണ്ട്. അവൻ ആ സ്യൂട്ടൊക്കെ ധരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ബ്രൂസ് ഇപ്പം ഗോർഡനെ പുറകിൽ നിന്ന് പിടിച്ചു. അതുകൊണ്ട് തന്നെ അയാൾ ബ്രൂസിനെ കാണുന്നില്ല. ഈ സമയം ബ്രൂസ് അയാളുടെ അടുത്ത് ചോദിക്കുന്നത്, ആ ഫാൽക്കോണി ഡെയിലി ഇവിടേക്ക് മയക്കുമരുന്ന് ഇറക്കുന്നുണ്ടല്ലോ, അയാളെ പൂട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ബ്രൂസ് ചോദിക്കുന്നത്. അതേക്കുന്ന ഗോർഡൻ പറയുന്നത്, അയാളെ പൂട്ടണമെന്നുണ്ടെങ്കിൽ ആ ജഡ്ജിനെതിരെ ശക്തമായിട്ടുള്ള തെളിവുകൾ കിട്ടണം, മാത്രമല്ല ഈ കേസ് നടത്താൻ മിടുക്കനായിട്ടുള്ള ഒരു വക്കീലും വേണം എന്നാണ് അയാൾ പറയുന്നത്. അതേക്കുമ്പോൾ എന്നാൽ പിന്നെ ആ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ബ്രൂസ് അവിടെ പോയി. എന്നാൽ ബ്രൂസ് പോകുന്ന വഴിക്ക് ഗോർഡൻ അവന്റെ പുറകെ ചെന്നു. അയാളുടെ കൂടെ വേറെയും പോലീസുകാരുണ്ട്. അത് കണ്ടതും ബ്രൂസ് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അങ്ങനെ അവനൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് ചാടി. എന്നാൽ ആ ചാട്ടത്തിനിടയിൽ അവന് ചില പരിക്കൊക്കെ പറ്റുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അവൻ നേരെ പോകുന്നത് ആ ഫോക്സിനെ കാണാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവന്റെ ആവശ്യം പറഞ്ഞു. മുകളിൽ നിന്ന് താഴേക്ക് ചാടുമ്പോൾ പാരച്യൂട്ട് പോലെ വന്ന് ലാൻഡ് ചെയ്യാൻ അവനൊരു സാധനം വേണം. ഇതും അവന്റെ ഒരു എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ടാണ് എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ ഫോക്സിന് ആ കാര്യത്തിന് എന്തൊക്കെയോ ഡൗട്ടൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ അയാളിപ്പം അവനൊരു തുണി കാണിച്ചു കൊടുത്തു. സാധാരണ പോലെ തോന്നുന്ന ഒരു തരത്തിലുള്ള തുണി. അതിൻ്റെ കൂടെ ഒരു ഗ്ലൗസും ഉണ്ട്. അത് വെച്ച് കറണ്ട് കടത്തിവിടാൻ പറ്റും. അങ്ങനെ ആ കറണ്ട് ആ തുണിയിലേക്ക് കടത്തിവിട്ട് കഴിഞ്ഞാൽ അത് ദൃഢമായിട്ട് മാറും. ആ ഒരു കാര്യം അയാളിപ്പോൾ അവന് കാണിച്ചു കൊടുത്തു. ബ്രൂസിനാണെങ്കിൽ അത് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഈ സമയം ബ്രൂസ് ചോദിക്കുന്നത്, ഇതിന് ഏത് ഷേപ്പിലും ആണെങ്കിൽ ആക്കാൻ പറ്റുമെന്നാണ്. പറ്റുമെന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കുറച്ചപ്പുറത്തായിട്ട് നിർത്തിയിട്ടിരിക്കുന്ന ഒരു വണ്ടി അവൻ കാണുന്നത്. ഒരു പ്രത്യേക തരത്തിലുള്ള വണ്ടി. ഇതിനെ പറയുന്നത് ടംബ്ലർ എന്നാണ്. ഈ യുദ്ധത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണത്. അങ്ങനെ അവൻ അയാളെയും കൂട്ടി ആ വണ്ടി ഒന്ന് റൈഡ് ചെയ്ത് നോക്കുകയാണ്. കുറെ നേരം ഓടിച്ചതിന് ശേഷം അതിന്റെ സെറ്റപ്പ് ഒക്കെ അവന് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഇതുപോലത്തെ കറുത്തൊരു വണ്ടി കിട്ടുമോ എന്നാണ് അവൻ ചോദിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ആ ഫാൽക്കോണിയും ഫ്ലാസും കൂടെ അവരുടെ പുതിയ മയക്കുമരുന്ന് ഷിപ്മെന്റിന്റെ കാര്യം സംസാരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം ചോർത്തി ബ്രൂസും കേൾക്കുന്നുണ്ട്. അങ്ങനെ വേഗം തന്നെ അവൻ അവന്റെ സ്യൂട്ടൊക്കെ പണിയാൻ തുടങ്ങി. അതിനിടയിൽ അവന്റെ ആ വവ്വാലിനെ പോലെ ഇരിക്കുന്ന ആയുധം ഉണ്ടല്ലോ, ബാറ്ററാങ്, അതും അവൻ ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം നോക്കിക്കൊണ്ട് ആൽഫ്രഡ് അവിടെ നിൽക്കുന്നുണ്ട്. ആൽഫ്രഡ് ഇപ്പോൾ അവനോട് ചോദിക്കുന്നത്, എന്തുകൊണ്ട് നീ വവ്വാലിനെ തെരഞ്ഞെടുത്തു എന്നാണ്. അദ്ദേഹത്തിന് അവൻ പറയുന്നത്, വവ്വാലിനെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ആ ഒരു പേടി എന്താണ് എന്നെന്റെ ശത്രുക്കളും അറിയട്ടെ എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ സമയം രാത്രി ഫാൽക്കോണിയുടെ ആ മയക്കുമരുന്ന് ഷിപ്മെന്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ബ്രൂസ് അങ്ങോട്ട് വരുന്നത്. ചെന്ന ഉടനെ തന്നെ അവൻ എല്ലാത്തിനുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. ഇതെല്ലാം കണ്ട് പേടിച്ച് ഫാൽക്കോണി അയാളുടെ കാറിലിരിക്കുന്നുണ്ട്. നീ ഏത് ജീവിയാണടാ എന്നാണ് അയാൾ ഇങ്ങനെ സ്വയം ചോദിക്കുന്നത്. ഈ സമയത്താണ് ബ്രൂസ് അയാളുടെ കാറിന് മുകളിലേക്ക് വരുന്നത്. എന്നിട്ട് ആ കാറ് തകർത്തിട്ട് അയാൾ ഇങ്ങോട്ട് പൊക്കിയെടുത്തു. ഞാൻ ആരാണെന്നല്ല നിനക്ക് അറിയേണ്ടത്, ഞാൻ ബാറ്റ്മാൻ ആണ് എന്ന് പറഞ്ഞിട്ട് അവൻ അയാളെയും കൊണ്ട് അവിടുന്ന് പോയി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. റേച്ചൽ ഇപ്പോൾ അവളുടെ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഈ സമയത്താണ് രണ്ടാൾക്കാർ അവളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. പെട്ടെന്നാണ് ബാറ്റ്മാൻ അങ്ങോട്ട് വന്നിട്ട് അവന്മാർ രണ്ടുപേരും ഇടിച്ചിടുന്നത്. അവനെ കണ്ട് റേച്ചൽ ആണെങ്കിൽ ശരിക്കും പേടിച്ചു പോയി. നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത്, ഞാൻ നിന്നെ പോലെ ആ ഫാൽക്കോണിക്ക് തടസ്സമായ ഒരാളാണ്. നീ അവർക്ക് തടസ്സമായതുകൊണ്ട് നിന്നെ കൊല്ലാനാണ് അയാൾ ആൾക്കാരെ വിട്ടത് എന്ന് പറഞ്ഞിട്ട് അവൻ അയാളെക്കുറിച്ചുള്ള ചില തെളിവുകളൊക്കെ അവൾക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് വേഗം അവിടുന്ന് പോവുകയും ചെയ്തു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് ഒരു സംഭവം അറിഞ്ഞ് ഗോർഡനും പോലീസുകാരും ഇപ്പോൾ സിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ കുറെ ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫാൽക്കോണിയുടെ കുറച്ച് ഗുണ്ടകൾ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. മാത്രമല്ല കുറച്ച് അപ്പുറത്തായിട്ട് ഒരു വലിയ ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്.
അതിപ്പോൾ ആകാശത്തേക്കാണ് പ്രൊജക്ട് ചെയ്യുന്നത്. അതിൽ ബാറ്റ്മാന്റെ എംബ്ലം ഉണ്ടായിരുന്നു. മാത്രമല്ല ആ ലൈറ്റിന്റെ മുകളിലായിട്ട് ആ ഫാൽക്കോണിയെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഗോർഡനും പോലീസുകാരും വേഗം ചെന്നിട്ട് ഫാൽക്കോണിയെ പിടിക്കുകയാണ്. ഈ സമയം തന്നെ ബാറ്റ്മാൻ ആണെങ്കിൽ സിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വീക്ഷിച്ചുകൊണ്ട് അവിടെ ഒരു ബിൽഡിങ്ങിന് മുകളിൽ നിൽക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും അവന്റെ ആ വരവുണ്ടാവും. അങ്ങനെ പിറ്റേ ദിവസമായി പോലീസുകാരെല്ലാം ഒരു ചർച്ചയിലാണ്. ഇപ്പൊ ആ പോലീസ് കമ്മീഷണർ പറയുന്നത് ആ ജീവി എന്താണെങ്കിലും ഉടനെ തന്നെ അതിനെ പിടിക്കണമെന്നാണ്. ഈ സമയം ഇതെല്ലാം കേട്ടുകൊണ്ട് ഗോർഡൻ കുറച്ച് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അയാളിപ്പോൾ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആരാണെങ്കിലും നല്ല കാര്യമില്ല അവൻ ചെയ്തത്. സിറ്റിയിലെ മയക്കുമരുന്ന് രാജാവിനെയാണ് അവൻ നമ്മുടെ മുമ്പിലേക്ക് ഇട്ടുതന്നത്. അത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ പാടുണ്ടോ എന്നാണ് അവന്റെ ചോദ്യം. അതേക്കുന്ന കമ്മീഷണർ പറയുന്നത് അവൻ എന്ത് ചെയ്തു എന്നുള്ളതല്ല കാര്യം, അവൻ നിയമം കയ്യിലെടുത്തു, അതിന് ഞാൻ ആരെയും അനുവദിക്കത്തില്ല എന്നാണ് അയാൾ പറയുന്നത്. ഈ സമയം തന്നെ ബ്രൂസ് ആണെങ്കിൽ അവന്റെ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റിട്ടേ ഉള്ളൂ. അതിനിടയിൽ ആൽഫ്രഡോ അങ്ങോട്ട് വന്നു. ഇപ്പൊ ന്യൂസ് പേപ്പർ ചെക്ക് ചെയ്യുമ്പോൾ വാർത്ത മുഴുവൻ ബാറ്റ്മാനെ കുറിച്ചിട്ടാണ്. ഈ സമയം ആൽഫ്രഡ് അവനോട് പറയുന്നത് നിന്റെ ദേഹത്തുള്ള ഈ മുറിവുകളൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ വേറെ ആൾക്കാർ കണ്ട എന്താണ് വിചാരിക്കുക? മാത്രമല്ല നീ ഇപ്പം ആരോടും മിങ്കിൾ ചെയ്യാറുമില്ല. അതുകൊണ്ട് ഇനിയിപ്പോ ഒരു സംസാരം വരും. ബ്രൂസ് വെയിൻ എന്താണ് ചെയ്യുന്നത്, അവന്റെ പൈസ ഒക്കെ എവിടെയാണ് ചെലവാക്കുന്നത്, അവൻ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതൊക്കെ ചോദിച്ചിട്ട് അതിനുള്ളൊരു ഉത്തരം നീ കണ്ടുപിടിച്ചോ, അല്ലാന്നുണ്ടെങ്കിൽ നിന്റെ ഈ ബാറ്റ്മാൻ പണിയൊക്കെ അവതാളത്തിലാവും. അതേക്കുന്ന ബ്രൂസ് ചോദിക്കുന്നത് സാധാരണ എന്നെപ്പോലുള്ള ആൾക്കാർ ശരിക്കും എന്താണ് ചെയ്യാറുള്ളത്? സാധാരണ നിന്നെപ്പോലുള്ള ആൾക്കാർ എന്താണ് ചെയ്യുക? കുറെ സ്പോർട്സ് കാറൊക്കെ വാങ്ങും, പിന്നെ കുറെ പെണ്ണുങ്ങളെയും കൊണ്ട് ചുറ്റിക്കറങ്ങി നടക്കും എന്നാണ് അയാൾ പറയുന്നത്. ഇതേ സമയം തന്നെ ഒരു സ്റ്റാഫ് ഇപ്പം ആ ഏറിലെ കാണാൻ വേണ്ടി അയാളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അയാൾ വല്ലാത്തൊരു ടെൻഷനിലാണ്. അയാളിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം രാത്രി നമ്മളുടെ ഒരു ഷിപ്പ് കോസ്റ്റ് ഗാർഡ് കണ്ടെത്തി. അതിനകത്തുള്ള ജോലിക്കാരൊക്കെ മിസ്സിംഗ് ആണ്. ആ ഷിപ്പിനകത്ത് ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടായിരുന്നു. മരുഭൂമിയിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണത്. അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓണാക്കി കഴിഞ്ഞാൽ ശത്രുവിന്റെ വാട്ടർ സപ്ലൈ ഒക്കെ ഇവാപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ഡിവൈസ് ആരോ ഓണാക്കിയിട്ടുണ്ട്. അത് കാരണം ഷിപ്പിന് നല്ല രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായി. മാത്രമല്ല പ്രോട്ടോടൈപ്പ് ഇപ്പോൾ കാണുന്നുമില്ല എന്നാണ് അയാൾ പറയുന്നത്. ഇതേസമയം ബ്രൂസ് വെയിൻ ആണെങ്കിൽ 2 ലേഡീസിനെ സംഘടിപ്പിച്ചിട്ട് ഇപ്പൊ നേരെ ഒരു വലിയ ഹോട്ടലിലേക്ക് പോവാണ്. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് നല്ല രീതിയിൽ കാശ് ചെലവാക്കാൻ തുടങ്ങി. അതിനിടയിലാണ് ഒരു സ്റ്റാഫ് ബ്രൂസിന്റെ അടുത്തേക്ക് വരുന്നത്. അയാളിപ്പോൾ പറയുന്നത് സാർ ഇവിടുത്തെ പൂള് കണ്ടില്ലേ, നിങ്ങളുടെ കൂടെ വന്ന ലേഡീസ് ആ പൂള് കുളിക്കുന്നുണ്ട്. പക്ഷെ അവർ ഇവിടുത്തെ നിയമങ്ങൾ പോലെയല്ല ചെയ്യുന്നത്. സ്വിമ്മിംഗ് സൂട്ട് ഒന്നും ഇല്ലാതെയാണ് അവർ പൂളിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നിങ്ങളോട് എനിക്ക് പോകാൻ പറയേണ്ടി വരും എന്നാണ് അയാൾ പറയുന്നത്. അതേക്കുന്ന ബ്രൂസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഓ അങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞിട്ട് അവനൊരു ചെക്ക് എഴുതി. എന്നിട്ട് അയാൾക്ക് കൊടുത്തിട്ട് അവൻ പറയുന്നത് ഈ ഹോട്ടലിൽ തന്നെ ഞാനിങ്ങ് വാങ്ങാണ്, ഉടനെ തന്നെ ആ പൂൾ സൈഡിലെ റൂൾസ് ഒക്കെ ഒന്ന് മാറ്റി എഴുതേക്കെന്ന് പറഞ്ഞിട്ട് ബ്രൂസും ആ ലേഡീസിന്റെ കൂടെ കുളിക്കാൻ പോവാണ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവൻ ആ ലേഡീസുമായിട്ട് വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് റേച്ചൽ അങ്ങോട്ട് വരുന്നത്. ഇപ്പൊ ബ്രൂസ് തിരിച്ചു വന്നതിന് ശേഷം അവൾ ആദ്യമായിട്ടാണ് അവനെ കാണുന്നത്. ഇപ്പൊ ബ്രൂസ് ആണെങ്കിൽ നനഞ്ഞു കുളിച്ചാണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ പറയുന്നത് ഈ സിറ്റിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയോ, എന്നിട്ട് നീ ഇവിടെ കുളിച്ചോണ്ട് നടക്കാണ്. അതേക്കുമ്പോ നോക്ക് റേച്ചൽ, എന്റെ ഇപ്പത്തെ ഈ കോലം വെച്ചിട്ട് നീ എന്നെ അളക്കാൻ നിൽക്കല്ലേ, എന്റെ മനസ്സിൽ ഞാൻ വേറൊരാളാണ്. ഓ അങ്ങനെയാണോ, നിന്റെ മനസ്സിൽ നീ ആരായിരുന്നിട്ട് എന്താണ്, നീ ചെയ്യുന്ന പ്രവൃത്തിയിലാണ് നിന്നെ വിലയിരുത്തപ്പെടുന്നത് എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോയി. ഈ സമയം തന്നെ ഡോക്ടർ ക്രെയിൻ ഇപ്പം ആ ഫാൽക്കോണിയെ കാണാൻ വേണ്ടി അവിടെ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ്. അയാൾ എന്തൊക്കെയോ ഭ്രാന്തമായിട്ട് പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാഫാണ് ഇപ്പൊ ഡോക്ടറെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അങ്ങനെ ഡോക്ടർ ക്രെയിൻ ഇപ്പം ഫാൽക്കോണിയുടെ അടുത്തെത്തി. ഈ സമയം ഫാൽക്കോണി പറയുന്നത് ഇനി എനിക്ക് ഇതിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ല, മര്യാദയ്ക്ക് എന്നെ ഇവിടുന്ന് പുറത്തിറക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നീ എന്റെ കൂടെ കുറെ മയക്കുമരുന്ന് കച്ചവടമൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ, നീ നിന്റെ ബോസും കൂടെയാണല്ലോ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പരിപാടിയിൽ എന്നെയും കൂടെ കൂട്ടിക്കോ, അല്ലാന്നുണ്ടെങ്കിൽ നിന്നെ കുറിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ ഞാൻ വെളി പറയും എന്നാണ് അയാൾ പറയുന്നത്. അത് കേട്ടതും ക്രെയിന്റെ ഭാവം അങ്ങോട്ട് മാറി. അയാൾ പെട്ടെന്ന് ഒരു മുഖമൂടി എടുത്തിട്ടാണ്. ഇയാളുടെ ഈ ഭീകര രൂപത്തിന്റെ പേര് സ്കെയർക്രോ. അയാൾ ആ മാസ്ക് എടുത്തിട്ടതിന് ശേഷം ഫാൽക്കോണിയുടെ മുഖത്തേക്ക് ഒരു ഗ്യാസ് അടിച്ചു. അതിനെ തുടർന്ന് അയാൾക്ക് എന്തൊക്കെയോ ഹാലൂസിനേഷൻ സംഭവിക്കാൻ തുടങ്ങി. മാത്രമല്ല അയാൾ വല്ലാണ്ട് നിലവിളിക്കുന്നുണ്ട്. അങ്ങനെ അയാളെ ആ കോലത്തിലാക്കിയതിനു ശേഷം ക്രെയിൻ ഇപ്പം ആ സ്റ്റാഫിന്റെ അടുത്തേക്ക് തന്നെ എത്തി. എന്റെ ആള് പറയുന്നത് ഇയാളെ ഇനി ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല, അയാൾക്ക് ശരിക്കും ഭ്രാന്താണ്, അതുകൊണ്ട് ഇയാൾ ആർക്കം അസൈലത്തിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ക്രെയിൻ അവിടുന്ന് പോയി. അങ്ങനെ സമയം രാത്രി ബാറ്റ്മാൻ ഇപ്പം ആ ഗോർഡനെ കാണാൻ വന്നിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും ഇപ്പൊ ഒരു ടീമായിട്ടുണ്ട്. ഇപ്പൊ ബാറ്റ്മാൻ ഗോർഡന്റെ അടുത്ത് സംസാരിക്കുന്നത് ആ ഡ്രഗ്സിന്റെ ഷിപ്പിങ്ങിനെ കുറിച്ചാണ്. അതിൽ പകുതി ഭാഗം മാത്രമേ ഡീലർമാരുടെ അടുത്തേക്ക് എത്തിയിട്ടുള്ളൂ. ബാക്കി പകുതി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ആർക്കും അറിയത്തില്ല. എന്നാൽ ആ കാര്യം ഫ്ലാസിന് അറിയാം. അത് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമോ എന്നാണ് ബാറ്റ്മാൻ ചോദിക്കുന്നത്. എന്നാൽ ഗോർഡൻ പറയുന്നത് ഞാൻ അയാളോട് ചോദിച്ചാലൊന്നും അയാൾ അത് പറയാൻ പോകുന്നില്ല എന്നാണ്. അതേക്കുമ്പോൾ എന്നാൽ പിന്നെ ഞാൻ തന്നെ അത് കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് ബാറ്റ്മാൻ ഇപ്പം ആ ഫ്ലാസിന്റെ പുറകെ പോവാണ്. അങ്ങനെ ഒരു സ്ട്രീറ്റിൽ വെച്ചിട്ട് ബാറ്റ്മാൻ ഇപ്പം ആ ഫ്ലാസിനെ തൂക്കി. എന്നിട്ട് അയാളുടെ അടുത്ത് കാര്യം ചോദിച്ചു. ബാറ്റ്മാൻ ഇപ്പം അയാളെ ഒരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ തൂക്കി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ശരിക്കും പേടിയായി. അതുകൊണ്ട് അയാൾ കാര്യം പറഞ്ഞു. ആ ബാക്കി പകുതി മയക്കുമരുന്ന് ഡീലർമാരുടെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് അത് മറ്റൊരാളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. കാരണം ആ ഡ്രഗ്സിന്റെ കൂടെ മറ്റെന്തോ കൂടെ ഉണ്ട്. പക്ഷെ അയാളുടെ എക്സാക്ട് സ്പോട്ട് എവിടെയാണെന്ന് എനിക്കറിയത്തില്ല, ഒരു ഐലൻഡിലാണെന്ന് മാത്രം അറിയാം എന്ന് പറഞ്ഞിട്ട് അയാൾ ഐലൻഡിന്റെ പേര് ബാറ്റ്മാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതിനെ തുടർന്ന് ബാറ്റ്മാൻ അയാളെ വിടുകയും ചെയ്തു. അങ്ങനെ ബാറ്റ്മാൻ നേരെ പോകുന്നത് ഒരു വീട്ടിലേക്കാണ്. അതിനകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ കുറെ പാവകളുണ്ട്. ഈ പാവകൾക്കുള്ളിൽ വെച്ചിട്ടാണ് ഇവന്മാർ ഈ മയക്കുമരുന്ന് കടത്തുന്നത്. ബാറ്റ്മാൻ അതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ക്രെയിനും കൂട്ടരും അങ്ങോട്ട് വരുന്നത്. അത് കണ്ടതും ബാറ്റ്മാൻ അങ്ങോട്ട് മാറിയുന്നു.
ഈ സമയം ക്രെയിൻ അയാളുടെ അനുയായികളുടെ അടുത്ത് പറയുന്നത് അവിടെയുള്ള മുഴുവൻ കാര്യങ്ങളും കത്തിച്ചു കളയാൻ വേണ്ടിയിട്ടാണ്. അതിനെ തുടർന്ന് അവരാണെങ്കിൽ അതൊക്കെ കത്തിക്കാൻ വേണ്ടി അവിടെ ഫ്യൂൽ ഒഴിക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് ബാറ്റ്മാൻ വന്നിട്ട് അവർ അറ്റാക്ക് ചെയ്യുന്നത്. അതിനിടയിൽ ക്രെയിൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അയാളുടെ മുഖംമൂടി എടുത്തിട്ടു. എന്നിട്ട് ബാറ്റ്മാന്റെ നേരേക്ക് ആ സ്പ്രേ അടിക്കുകയാണ്. അതിനെ തുടർന്ന് ബാറ്റ്മാന് വല്ലാതെ പേടിയാവാൻ തുടങ്ങി. അവനിപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. മാത്രമല്ല ഈ സമയം ക്രെയിൻ അവന്റെ ദേഹത്തേക്ക് തീയിട്ടു. അതിനെ തുടർന്ന് ബാറ്റ്മാൻ ആണെങ്കിൽ വേഗം തന്നെ ആ ബിൽഡിംഗിൽ നിന്ന് താഴേക്ക് ചാടി. എന്നിട്ട് അവിടെ നിന്ന് ഓടിയതിനു ശേഷം ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറാണ്. ഈ സമയമാകുമ്പോഴേക്കും ബാറ്റ്മാന് തീരെ വയ്യ. അതുകൊണ്ട് അവൻ ഫോൺ എടുത്തിട്ട് വേഗം തന്നെ ആൽഫ്രഡിനെ വിളിച്ചു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ആൽഫ്രഡ് അങ്ങോട്ട് എത്തിയിട്ട് ബാറ്റ്മാനെ എടുത്തുകൊണ്ട് അവിടെ പോവുകയും ചെയ്തു. പിന്നീട് 2 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ബ്രൂസിന് ബോധം വരുന്നത്. അവൻ എഴുന്നേൽക്കുമ്പോൾ അവന്റെ മുമ്പിലായിട്ട് ആൽഫ്രഡ് ഇരിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം ബ്രൂസിന്റെ ബർത്ത്ഡേയും കൂടെയാണ്. അയാളിപ്പോൾ അവനെ വിഷ് ചെയ്തു. അപ്പോൾ ആ ഡോക്ടർ ക്രെയിൻ അവന്റെ ദേഹത്തേക്ക് അടിച്ച ഗ്യാസ് ഉണ്ടല്ലോ, അത് മനുഷ്യരെ വല്ലാതെ പേടിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു തരത്തിലുള്ള ഗ്യാസാണ്. മാത്രമല്ല ആ ഒരു അവസ്ഥയിൽ കുറേ നേരം തുടരുകയാണെങ്കിൽ അത് ജീവൻ അപകടമാണ്. ഇപ്പൊ ഇവര് ബ്രൂസിനെ അങ്ങോട്ട് കൊണ്ടുവന്ന സമയത്ത് ബ്രൂസിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. ആൽഫ്രഡിനെ കൊണ്ട് അവനെ രക്ഷിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോക്സ് ഉണ്ടല്ലോ അയാളെ വിളിച്ചു. അതിനെ തുടർന്ന് അയാൾ ഒരു ആന്റിഡോട്ട് ഉണ്ടാക്കി. അങ്ങനെയാണ് അവർ ബ്രൂസിനെ രക്ഷിച്ചത്. ഇപ്പൊ ഫോക്സും കൂടെ അങ്ങോട്ട് വന്നിട്ട് ആ കാര്യമൊക്കെ ബ്രൂസിന്റെ അടുത്ത് പറഞ്ഞു. അതെല്ലാം കേൾക്കുമ്പോൾ ബ്രൂസ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ ആന്റിഡോട്ട് കുറച്ച് കൂടുതൽ വേണമെന്നാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവന് വിഷ് ചെയ്യാൻ വേണ്ടി റേച്ചലും അങ്ങോട്ടെത്തി. അവളൊരു ചെറിയ ഗിഫ്റ്റ് അവന് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവൾ വീട്ടിനകത്തേക്ക് കയറുന്നില്ല. അതിനവൾ പറയുന്നത് അവളുടെ ബോസ് മിസ്സിംഗ് ആണ്, അയാൾ എവിടെ പോയതാണ് എന്ന കാര്യം ആർക്കും അറിയത്തില്ല, അതും അന്വേഷിച്ചിറങ്ങിയതാണ് അവൾ. ആ കാര്യം അവൾ ബ്രൂസിന്റെ അടുത്ത് പറയുമ്പോഴാണ് അവൾക്കൊരു കോള് വരുന്നത്. കോളിൽ പറയുന്നത് ആ ഡോക്ടർ ക്രെയിൻ ഫാൽക്കോണിയെ ആ ആർക്കം അസൈലത്തിലേക്ക് മാറ്റിയ കാര്യമാണ്. അതേക്കുമ്പോൾ അവൾക്കൊരു ഞെട്ടലായിരുന്നു. ആര് സമ്മതിച്ചിട്ടാണ് ക്രെയിൻ അയാളെ കൊണ്ടുപോയത്? ഇതങ്ങനെ വിട്ടാൻ പറ്റത്തില്ല, ഇതിനെക്കുറിച്ച് അന്വേഷിച്ചേ പറ്റൂ എന്നും പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് അവൾ ബ്രൂസിന്റെ അടുത്ത് കാര്യം പറഞ്ഞു, ഞാൻ ആ ഡോക്ടർ ക്രെയിനെ കാണാൻ പോവാണെന്ന്. അവളത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അത് അപകടമാണ് എന്ന കാര്യം ബ്രൂസിന് മനസ്സിലായി. പക്ഷെ അവളെ തടഞ്ഞ അവൾ നിൽക്കത്തില്ല എന്ന കാര്യം അവനറിയാം. അങ്ങനെ അവൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം അവനെ ഗിഫ്റ്റ് പൊട്ടിച്ചു നോക്കി. അതിനകത്തുണ്ടായിരുന്നത് അവൻ കുട്ടിക്കാലത്ത് അവൾക്ക് കൊടുത്ത ഒരു സാധനമായിരുന്നു. അങ്ങനെ അവൾ അവിടെ നിന്ന് പോയ ഉടനെ തന്നെ ബ്രൂസ് നേരെ പോകുന്നത് അവന്റെ ആ ബാറ്റ് കേവിലേക്കാണ്. അങ്ങോട്ട് പോകാൻ ഒരു ലിഫ്റ്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ ലിഫ്റ്റ് ഇറങ്ങി അവൻ നേരെ ചെല്ലുന്നത് അവന്റെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്കാണ്. എന്നിട്ട് വേഗം ചെന്നിട്ട് അവന്റെ സൂട്ട് എടുത്തിട്ടു. ഇതേ സമയം തന്നെ ഫോക്സ് ആണെങ്കിൽ അയാളുടെ ഡിപ്പാർട്ട്മെന്റിലിരിക്കുകയാണ്. ഈ സമയത്താണ് ആ എർലി അങ്ങോട്ട് വരുന്നത്. എർലി ഇപ്പോൾ വന്നിട്ട് അയാളുടെ അടുത്ത് പറയുന്നത് നേരത്തെ അവരുടെ മിസ്സായ ആ പ്രോട്ടോടൈപ്പ് ഉണ്ടല്ലോ, ആ മൈക്രോവേവ് എമിറ്റർ, ആ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡീറ്റെയിൽസ് എടുത്തു കൊടുക്കാനാണ് അയാൾ ഇപ്പോൾ ഫോക്സിന്റെ അടുത്ത് പറയുന്നത്. അയാളുടെ ആ സംസാരത്തിൽ നിന്നും ആ സാധനം മിസ്സായി എന്ന കാര്യം ഫോക്സിന് മനസ്സിലായി. ഫോക്സ് ആ കാര്യം അയാളുടെ അടുത്ത് ചോദിക്കുകയും ചെയ്തു. ഈ സമയം അയാൾ പറയുന്നത് നിന്നോട് പറഞ്ഞ പണി നീ ചെയ്താൽ മതി, അതിന്റെ ഫുൾ ഡീറ്റെയിൽസും കിടക്ക്, ഇനി ഈ കാര്യങ്ങളൊന്നും നീ നോക്കേണ്ട ആവശ്യമില്ല, നിന്നെ ഈ ജോലിയിൽ നിന്ന് ഞാൻ പിരിച്ചുവിടുകയാണ് എന്നാണ് എർലി പറയുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. റേച്ചൽ ഇപ്പം ആ ആർക്കം അസൈലത്തിൽ നിൽക്കുകയാണ്. അവളിപ്പോൾ ആ ഫാൽക്കോണിയെ കണ്ടു. അയാളിങ്ങനെ പ്രാന്ത് പിടിച്ച പോലെ അവിടെ കിടന്നിങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഡോക്ടർ ക്രെയിൻ അങ്ങോട്ട് വരുന്നത്. ഇത്രയും കാലം ഒരു കുഴപ്പമില്ലാത്ത ഫാൽക്കോണി ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഈ ക്രെയിൻ ആണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അത് അവൾ അയാളുടെ അടുത്ത് പറയുകയും ചെയ്തു. നിങ്ങളാണ് ഇയാൾ എന്തോ ചെയ്തിരിക്കുന്നത്, ആ കാര്യം ഞാൻ ഉറപ്പായിട്ടും പുറത്തു കൊണ്ടുവരും എന്നാണ് അവൾ പറയുന്നത്. അതേക്കുന്ന ക്രെയിൻ പറയുന്നത് അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നിനക്ക് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ക്രെയിൻ അവളെയും വിളിച്ചുകൊണ്ട് പോകുന്നത് അയാളുടെ ഒരു ലാബിലേക്കാണ്. അവിടെ വെച്ചിട്ടാണ് അയാൾ ആ ഗ്യാസിന്റെ മെഡിസിൻ ഉണ്ടാക്കുന്നത്. മാത്രമല്ല ഗോതം സിറ്റിയിലേക്ക് പോകുന്ന വാട്ടർ സപ്ലൈയിൽ അവരത് മിക്സ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ റേച്ചൽ ഒരു ഞെട്ടലായിരുന്നു. അവൾ വേഗം തന്നെ അവിടുന്ന് തിരിഞ്ഞോടി എന്നിട്ട് ഒരു ലിഫ്റ്റിന്റെ അകത്തേക്ക് കയറാണ്. എന്നാൽ ഈ സമയത്താണ് ക്രെയിൻ അങ്ങോട്ട് വന്നിട്ട് അവളുടെ മുഖത്തേക്ക് ആ ഗ്യാസ് അടിക്കുന്നത്. എന്നിട്ട് അവളെയും പിടിച്ചുകൊണ്ട് ആ ലാബിലേക്ക് വന്നു. ഈ സമയമാകുമ്പോഴേക്കും അവളുടെ ശരീരത്തിൽ ആ മരുന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്കെയർ ക്രോനെ ഒരു വല്ലാത്ത രൂപത്തിലാണ് അവൾ കാണുന്നത്. അതുകൊണ്ട് അവൾ പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. എന്നാൽ അതിനിടയിലാണ് ഒരു ശബ്ദം കേൾക്കുന്നത്. അത് ബാറ്റ്മാൻ ആണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ക്രെയിൻ പറയുന്നത് ഉടനെ തന്നെ പോലീസിനെ വിളിക്കാനാണ്. അങ്ങനെ ബാറ്റ്മാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചാടി വീണു. എന്നിട്ട് എല്ലാവരുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ആ ഫൈറ്റിനിടയിൽ ബാറ്റ്മാൻ ഇപ്പം ക്രെയിനെയും പിടിച്ചു. എന്നിട്ട് അവന്റെ മുഖംമൂടി മാറ്റി. അപ്പൊ ഡോക്ടർ ക്രെയിൻ ആണത് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ ബാറ്റ്മാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവന്റെ തന്നെ ആ ഗ്യാസ് എടുത്തിട്ട് അവന്റെ മുഖത്തേക്ക് അടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ബാറ്റ്മാൻ അവനോട് ചോദിക്കുന്നത് നീ ആർക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നാണ്. ഈ സമയമാകുമ്പോഴേക്കും ഡോക്ടർ ക്രെയിന്റെ ശരീരത്തിലും ആ മരുന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് ബാറ്റ്മാൻ ഇപ്പം ഒരു വല്ലാത്ത രൂപത്തിലാണ് അയാൾ കാണുന്നത്. അങ്ങനെ അയാളിപ്പം അയാളുടെ ബോസിന്റെ പേര് പറയാണ്. ആ പേര് കേട്ടപ്പോൾ ബാറ്റ്മാൻ ശരിക്കും ഞെട്ടിപ്പോയി. റാസൽ ഗുൾ എന്നാണ് ക്രെയിൻ പറയുന്നത്. ഈ സമയത്താണ് പോലീസുകാർ അങ്ങോട്ട് വരുന്ന ശബ്ദം കേൾക്കുന്നത്. അത് കേട്ടതും ബാറ്റ്മാൻ അവനെ വിട്ടു. ഈ സമയം തന്നെ കുറേ പോലീസുകാർ ആ ബിൽഡിങ്ങിന് ചുറ്റും വളഞ്ഞിട്ടുണ്ട്. എന്നാൽ ബാറ്റ്മാൻ അകത്തുള്ളത് കൊണ്ട് ആർക്കും അതിനകത്തേക്ക് കയറാൻ ധൈര്യമില്ല. എന്നാൽ ഇവരുടെ കൂട്ടത്തിൽ ആ ഗോർഡൻ ഉണ്ടായിരുന്നു. അയാൾക്ക് പേടിയൊന്നുമില്ല. അയാൾ വേഗം ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറി. അങ്ങനെ അയാൾ കയറി അകത്തേക്ക് എത്തുമ്പോൾ ബാറ്റ്മാൻ പെട്ടെന്ന് മുകളിൽ നിന്ന് ചാടി വീണിട്ട് ആ ഗോർഡനെ എടുത്തോണ്ട് മുകളിലേക്ക് പോവാണ്. എന്നിട്ട് അയാളെ മുകളിലേക്ക് എത്തിച്ചതിന് ശേഷം ബാറ്റ്മാൻ അയാൾക്ക് റേച്ചലിനെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവൻ പറയുന്നത് ഇവളുടെ ശരീരത്തിലേക്ക് ഒരു വിഷവസ്തു അടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല, ഇവളെ രക്ഷിക്കാൻ എനിക്ക് മാത്രമേ പറ്റുള്ളൂ. അവൻ അത് പറഞ്ഞു തീർന്നതും അവിടുത്തെ ലൈറ്റ് മുഴുവൻ ഓണായി. പോലീസുകാരൊക്കെ ഇപ്പൊ മുകളിലേക്ക് കയറി വരികയാണ്. അത് മനസ്സിലായതും ബാറ്റ്മാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ കയ്യിലുള്ള ഒരു ഡിവൈസ് ഓണാക്കി.
എന്നിട്ട് അവനിപ്പോൾ അയാളുടെ അടുത്ത് പറയുന്നത് ആ ഡോക്ടർ ക്രെയിൻ ഫാൽക്കോണിയുടെ മയക്കുമരുന്നുകൾക്കിടയിൽ വെച്ചിട്ടാണ് ഈ വിഷവസ്തു കടത്തിയത്. മാത്രമല്ല അവൻ അത് ഇവിടുത്തെ വാട്ടർ സപ്ലൈയിലും മിക്സ് ചെയ്തിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ ഗോർഡൻ ഒരു ഞെട്ടലായിരുന്നു. ഈ ക്രെയിൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഫാൽക്കോണിക്ക് വേണ്ടിയിട്ടാണോ? അതേക്കുന്ന ബാറ്റ്മാൻ പറയുന്നത് അല്ല, ഫാൽക്കോണിക്ക് വേണ്ടിയിട്ടല്ല, അതിനേക്കാളും പ്രശ്നക്കാരനായ ഒരാൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യും, ഇവിടെയും കൂടെ താഴേക്ക് ഇറങ്ങും, ഞാൻ താഴേക്ക് എത്തിക്കോളാം. താഴേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നാണ് ബാറ്റ്മാൻ പറയുന്നത്. ഈ സമയം തന്നെ കുറച്ച് പോലീസുകാർ വെളിയിൽ നിൽക്കുന്നുണ്ട്. പെട്ടെന്നാണ് അവരൊരു ശബ്ദം കേൾക്കുന്നത്. അത് നിറയെ വവ്വാലുകളായിരുന്നു. ബാറ്റ്മാൻ ഓണാക്കിയ ഡിവൈസ് ഉണ്ടല്ലോ, അതിൽ നിന്നും ഒരു ശബ്ദം വരുന്നുണ്ട്. അത് ഈ വവ്വാലുകൾ ആകർഷിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് വവ്വാലുകൾ അങ്ങോട്ട് പറന്നെത്തി. അവറ്റകളെല്ലാം കൂടെ ആ പോലീസുകാർ അറ്റാക്ക് ചെയ്യുകയാണ്. അങ്ങനെ ആ അറ്റാക്ക് നടക്കുന്നതിനിടയിൽ ഗോർഡൻ റേച്ചലിനെ പൊക്കിയെടുത്തിട്ട് അവിടുത്തെ സ്റ്റെയർകേഴ്സ് വഴി താഴേക്ക് ഇറങ്ങി. ഈ സമയം ബാറ്റ്മാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ കയ്യിലുള്ള ഡിവൈസ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് നേരെ താഴേക്ക് ഇട്ടു. അതിന് തുടർന്ന് ആ വവ്വാലുകളൊക്കെ ആ ഡിവൈസിന്റെ പുറകെ പോവാണ്. ഈ സമയം ബാറ്റ്മാൻ ആണെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് ചാടുകയും ചെയ്തു. അങ്ങനെ ബാറ്റ്മാനും ഗോർഡനും ആ ബിൽഡിങ്ങിൽ നിന്ന് വെളിയിലേക്ക് വന്നു. ഈ സമയം ഗോർഡൻ പറയുന്നത് ഞാൻ വേഗം തന്നെ ഒരു വണ്ടി എടുത്തുകൊണ്ട് വരാനാണ്. അതേക്കുമ്പോൾ വേണ്ട, നിങ്ങളുടെ വണ്ടി എടുക്കണ്ട, ഇവളെ ഞാൻ എന്റെ വണ്ടിയിൽ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവൻ അവളെയും കൂട്ടി ആ ടംബ്ലർ കയറിയിട്ട് അവിടുന്ന് പോവാണ്. അങ്ങനെ വളരെ വേഗത്തിൽ അവൻ സിറ്റിയിലൂടെ ആ വണ്ടിയോട്ട് പോകാൻ തുടങ്ങി. ഈ സമയം പോലീസുകാർ അവന്റെ പുറകെ പോകുന്നുണ്ട്. അങ്ങനെ കുറെ പോയി ഒരു സ്ഥലത്തെത്തുമ്പോൾ അവനൊരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറി. എന്നിട്ട് അവിടെ നിന്നും അടുത്ത ബിൽഡിങ്ങിലേക്ക് ചാടി. അങ്ങനെ ബിൽഡിങ്ങുകൾക്ക് മുകളിലൂടെയാണ് അവൻ ആ വണ്ടി ഓടിച്ചിട്ട് പോകുന്നത്. ഇങ്ങനെ പോകാനാണ് ഈ വണ്ടി മെയിനായിട്ടും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ പോലീസുകാരെല്ലാത്തിനെയും വെട്ടിച്ചു മാറ്റി അവൻ നേരെ പോകുന്നത് അവന്റെ ആ ബാറ്റ് കേവിലേക്കാണ്. അവൻ അവിടേക്ക് എത്തുമ്പം ആ ഫോക്സ് ആന്റിഡോട്ട് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ അവൻ വേഗം ചെന്നിട്ട് അത് എടുത്തിട്ട് റേച്ചലിന്റെ കയ്യിൽ കുത്തിവെക്കുകയാണ്. ഇതേ സമയം തന്നെ ആ ഗോർഡനും കുറച്ച് ആൾക്കാരും കൂടെ ചേർന്നിട്ട് അവിടുത്തെ വെള്ളം ചെക്ക് ചെയ്യാണ്. അത് ചെക്ക് ചെയ്തതിന് ശേഷം അയാൾ പറയുന്നത് കുറെ കാലമായിട്ട് ആ മരുന്ന് അവരിതിൽ മിക്സ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ആ മരുന്ന് ഇതിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇതിപ്പോ സിറ്റിയിലെ മുഴുവൻ വെള്ളത്തിലും മിക്സ് ആയിട്ടുണ്ട് എന്നാണ് അയാൾ പറയുന്നത്. അതേക്കുന്ന ഗോർഡന് സംശയമായി. ഇതൊരു വിഷവസ്തുവാണ്, ഇത് മിക്സ് ആയിട്ട് എന്താ നമുക്കൊന്നും പറ്റാത്തത് എന്നാണ് അയാളുടെ ചോദ്യം. അതേക്കുന്ന മറ്റവൻ പറയുന്നത് ഒരു പക്ഷേ ഇത് നമ്മുടെ ശ്വാസകോശം ആഗിരണം ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റപ്പിലായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ടാണ് അതിന് ടൈം എടുക്കുന്നത് എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. റേച്ചലിന് ഇപ്പോൾ ബോധം വന്നു. അവരുടെ മുമ്പിലായിട്ട് ബാറ്റ്മാൻ ഇരിക്കുന്നുണ്ട്. ബാറ്റ്മാൻ ഇപ്പം അവളുടെ ശരീരത്തിലേക്ക് ക്രെയിൻ ആ വിഷവാതകം അടിച്ച കാര്യമൊക്കെ അവളുടെ അടുത്ത് പറഞ്ഞു. അതിനുശേഷം അവൻ പറയുന്നത് നിന്നെ ഞാനൊന്ന് മയക്കാൻ പോവാണ്, നീ എഴുന്നേൽക്കുമ്പോൾ നീ നിന്റെ വീട്ടിലായിരിക്കും. പിന്നെ എന്റെ കയ്യിലുള്ള ഈ 2 മരുന്നുണ്ടല്ലോ, ഇതും ഞാൻ നിനക്ക് തരും. ഇത് ആ വിഷവാതകത്തിനുള്ള ആന്റിഡോട്ടാണ്. ഇത് നീ ആ ഗോർഡനെ ഏൽപ്പിക്കണം. ഇതിലൊന്ന് അയാൾക്ക് സ്വയം കുത്തിവെക്കാനുള്ളതാണ്, രണ്ടാമത്തേത് ഇത് കുറെ കൂടെ ഉൽപ്പാദിപ്പിക്കണം. ഈ കാര്യങ്ങളൊക്കെ നീ അയാളുടെ അടുത്ത് പറയണം എന്ന് പറഞ്ഞിട്ട് അവൻ അവളുടെ ശരീരത്തിൽ ഒരു മരുന്നും കൂടെ കുത്തിവെക്കുകയാണ്. അതോടുകൂടെ അവൾ ഉറങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെ റേച്ചലിനെ അവിടെ കിടത്തിയിട്ട് ബ്രൂസ് ഇപ്പം ആൽഫ്രഡിന്റെ അടുത്തേക്ക് എത്തി. ഇന്ന് അവന്റെ ബർത്ത്ഡേ പാർട്ടി അവിടെ നടക്കുന്നുണ്ട്. അവൻ അതിനുവേണ്ടി ഇപ്പം റെഡി ആവുകയാണ്. അങ്ങനെ റെഡി ആയതിനു ശേഷം റേച്ചലിന്റെ കാര്യം അയാളെ ഏൽപ്പിച്ചിട്ട് അവൻ വേഗം ആ ബർത്ത്ഡേ പാർട്ടിക്ക് പോവാണ്. അങ്ങനെ അവൻ ആ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഫോക്സ് അവിടെ നിൽക്കുന്നുണ്ട്. ബ്രൂസ് വേഗം ഫോക്സിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവൻ അയാളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ആന്റിഡോട്ട് കുറെ ഉണ്ടാക്കണം, കാരണം ആ വിഷവസ്തു ഇവിടുത്തെ വാട്ടർ സപ്ലൈയിൽ കലർത്തിയിട്ടുണ്ട്. അവൻ അത് പറയുമ്പോൾ അയാൾ പറയുന്നത് വെള്ളത്തിലൂടെ അത് മനുഷ്യ ശരീരത്തിലേക്ക് വന്നുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, അത് ശ്വസിച്ചാലാണ് പ്രശ്നം എന്നാണ് ഫോക്സ് പറയുന്നത്. എന്നാൽ അയാൾ അത് പറഞ്ഞു കഴിയുമ്പോഴാണ് അയാൾ ആ പ്രോട്ടോടൈപ്പിനെ കുറിച്ച് ഓർക്കുന്നത്, ആ മൈക്രോവേവ് എമിറ്ററെ കുറിച്ച്. ആ ഒരു ഡിവൈസ് വെച്ചിട്ട് ഇവിടുത്തെ വെള്ളം ഇവാപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പിന്നെ ആ വിഷവാതകമായിട്ട് മാറും. അത് ശ്വസിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്ക് പണിയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അത് ആരോ അടിച്ചോണ്ട് പോയത് എന്നൊക്കെ രേഖ മനസ്സിലായി. ആ കാര്യം ഇപ്പൊ ഫോക്സ് ബ്രൂസിന്റെ അടുത്ത് പറഞ്ഞു. മാത്രമല്ല അതിനെക്കുറിച്ച് എർലിയുടെ അടുത്ത് ചോദിച്ചതിന് അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട കാര്യം. അതെല്ലാം കേൾക്കുമ്പോൾ ബ്രൂസ് പറയുന്നത് നിങ്ങളെ പിരിച്ചുവിട്ടൊന്നും നിങ്ങൾ കണക്കാക്കണ്ട, നിങ്ങൾ വേഗം ചെന്നിട്ട് ആ ആന്റിഡോട്ടിന്റെ പണി തുടങ്ങും എന്നും പറഞ്ഞിട്ട് അവൻ അപ്പുറത്തേക്ക് പോയി. അങ്ങനെ ബ്രൂസ് അതിലെ നടക്കുമ്പോഴാണ് ഒരു ലേഡി അവനെ വിളിക്കുന്നത്. ഞാൻ നിനക്കൊരാളെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് അവൾ ആ പേര് വിളിച്ചു, റാസൽ ഗൂൾ. അത് കേൾക്കുമ്പോൾ ബ്രൂസിനൊരു ഞെട്ടലായിരുന്നു. ഈ സമയം ഒരു മൊട്ടത്തലയിൽ അവിടെ നിൽക്കുന്നുണ്ട്. അയാൾ പതുക്കെ ഇങ്ങോട്ട് തിരിഞ്ഞു. എന്നാൽ അത് റാസൽ ഗൂൾ ആയിരുന്നില്ല. നീ റാസൽ ഗൂൾ ആണെന്നോ? ഏയ് അല്ല, റാസൽ ഗൂൾ മരിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണല്ലോ എന്നാണ് ബ്രൂസ് പറയുന്നത്. ഈ സമയത്താണ് ബ്രൂസിന്റെ പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അതിന് റാസൽ ഗൂളിന് മരണമുണ്ടോ? അത് കേട്ട് ബ്രൂസ് തിരിഞ്ഞു നോക്കുമ്പോൾ അത് ആ ഡ്യൂക്കാർഡായിരുന്നു. അപ്പൊ ഇവനാണ് യഥാർത്ഥ റാസൽ ഗൂൾ എന്ന കാര്യം ഇപ്പോഴാണ് ബ്രൂസിന് മനസ്സിലാവുന്നത്. മാത്രമല്ല അയാൾ പ്രതികാരം ചെയ്യാൻ വന്നതാണ് എന്ന കാര്യം അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ബ്രൂസ് അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നത് നോക്ക് റാസ്, പ്രശ്നം നമ്മൾ തമ്മിലാണ്, ഇവിടുത്തെ ആൾക്കാരൊന്നും ചെയ്യരുത്. അവൻ അത് പറയുമ്പോൾ അതിന് ഞാൻ ആരും ഒന്നും ചെയ്തില്ലല്ലോ, ഇവിടുത്തെ ആൾക്കാരെ പറഞ്ഞു വിടണമെങ്കിൽ നീ തന്നെ പറഞ്ഞു വിട്ടോ എന്നാണ് റാസ് പറയുന്നത്. അങ്ങനെ ബ്രൂസ് ഉടനെ തന്നെ അവിടെയുള്ള മുഴുവൻ ആൾക്കാരെയും പറഞ്ഞു വിട്ടു. ഇനിയിപ്പോൾ റാസൽ ഗൂളിന്റെ കൂടെ വന്ന ആൾക്കാർ മാത്രമേ അവിടെ ബാക്കിയുള്ളൂ. അങ്ങനെ റാസ് ഇപ്പം അവന്റെ പ്ലാനിനെ കുറിച്ച് ബ്രൂസിന്റെ അടുത്ത് പറയാണ്. അതായത് ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ഒരു നീലപ്പൂ ഉണ്ടല്ലോ, അതിൽ നിന്നാണ് ആ ഡോക്ടർ ക്രെയിൻ ഈ വിഷവാതകം ഉണ്ടാക്കിയിരിക്കുന്നത്. അയാളുടെ ഉദ്ദേശം അത് സിറ്റിയിലേക്ക് മൊത്തം വ്യാപിപ്പിക്കുക. അങ്ങനെ വരുമ്പം സിറ്റിയിലുള്ള ആൾക്കാർക്ക് മൊത്തം പേടിയാവാൻ തുടങ്ങും. അതിനെ തുടർന്ന് അവർ പരസ്പരം ഫൈറ്റ് ചെയ്യും. അങ്ങനെ ഈ സിറ്റി മൊത്തം തകർക്കാനാണ് റാസ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ കാര്യമൊക്കെ ബ്രൂസിന്റെ അടുത്ത് പറയുന്നതിനിടയിൽ അയാൾ അയാളുടെ അനുയായികളെ കൊണ്ട് അവന്റെ ആ വീട്ടിൽ തീ ഇടിക്കുന്നുണ്ട്. ഇതും അയാളുടെ ഒരു പ്രതികാരമാണ്. കാരണം ബ്രൂസ് അവിടുന്ന് പോകുന്നത് അയാളുടെ ആ സ്ഥലം മൊത്തം കത്തിച്ചിട്ടാണല്ലോ.
അങ്ങനെ ഇതെല്ലാം കാണുമ്പം ബ്രൂസിന് ശരിക്കും അങ്ങോട്ട് കലിച്ചു കയറി. അവനിപ്പം റാസുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. എന്നാൽ അവൻ അയാളെ കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ല. അങ്ങനെ ആ ഫൈറ്റ് നടക്കുന്നതിനിടയിലാണ് അവിടെ കത്തിപ്പിടിച്ചൊരു സാധനം താഴേക്ക് വീണിട്ട് ബ്രൂസിന്റെ ബോധം പോകുന്നത്. അങ്ങനെ അവൻ വീണ് കഴിഞ്ഞപ്പം റാസൽ ഗുളും ടീമും ആ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. ഇതേസമയം തന്നെ റാസൽ ഗുളിന്റെ ആൾക്കാർ ആ അസൈലത്തിലുണ്ടായിരുന്ന പേഷ്യൻസിനെയൊക്കെ വെളിയിലേക്ക് ഇറക്കി. അവരെല്ലാവരും കൂടെ കൂട്ടത്തോടെ ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഓടാണ്. ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഗോർഡനും അറിഞ്ഞു. അയാളിപ്പോ നേരെ ഫ്ലാസിന്റെ അടുത്തേക്കാണ് വരുന്നത്. അയാൾ ഫ്ലാസിനോട് പറയുന്നത് ഒറ്റ കുറ്റവാളികൾ പോലും ഈ ദ്വീപിൽ നിന്ന് പുറത്തു കിടക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് ഈ ദ്വീപിന്റെ പാലം ഉയർത്തണം എന്നാണ് ഗോർഡൻ പറയുന്നത്. ഈ സമയം ബ്രൂസ് ആണെങ്കിൽ അവിടെ തന്നെ കിടക്കുകയാണ്. അവനിപ്പോഴും ബോധം വന്നിട്ടില്ല. വീടാണെങ്കിൽ ഇങ്ങനെ കത്തിപ്പിടിക്കുന്നുണ്ട്. എന്നാൽ അതിനിടയിലാണ് ആൽഫ്രഡ് അങ്ങോട്ട് വരുന്നത്. അയാൾ വന്ന ഉടനത്തിന് ബ്രൂസിനെ അവിടെ നിന്ന് എഴുന്നേപ്പിച്ചു. എന്നിട്ട് പെട്ടെന്ന് തന്നെ അയാൾ ബ്രൂസിനെയും കൂട്ടി ആ കേവ്സിലേക്കുള്ള ലിഫ്റ്റിൽ കയറി. അങ്ങനെ ആ വീട് മൊത്തം കത്തിപ്പിടിക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ അവനെയും കൊണ്ട് നേരെ കേവ്സിലേക്ക് ഇറങ്ങാണ്. ഈ സമയം തന്നെ ഗോർഡനും പോലീസുകാരും കൂടെ ആ ബ്രിഡ്ജ് ഉയർത്താനുള്ള പരിപാടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് റേച്ചൽ അങ്ങോട്ട് വരുന്നത്. റേച്ചൽ ഇപ്പോൾ ഗോർഡന്റെ അടുത്തേക്ക് എന്നിട്ട് ബാറ്റ്മാൻ കൊടുത്ത ആന്റിഡോട്ട് അയക്ക് കൊടുത്തു. എന്നിട്ട് ബാറ്റ്മാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൾ അയാളുടെ അടുത്ത് പറയുകയും ചെയ്തു. ഈ സമയം തന്നെ ആ ട്രെയിൻ അതിലെ കടന്നു പോകുന്നുണ്ട്. അതിപ്പോൾ ഉള്ളത് ആ ഐലൻഡിലാണ്. അവിടെ നിന്നും നേരെ സിറ്റിയിലേക്കാണ് അത് പോകുന്നത്. എന്നാൽ ആ ഐലൻഡിന്റെ മുകളിലെത്തിയപ്പം ആ ട്രെയിൻ അവിടെ സ്റ്റോപ്പായി. ഈ സമയം ആ ട്രെയിൻ സ്റ്റോപ്പായതിന്റെ ആ സ്റ്റേഷന്റെ അടിയിലായിട്ട് കുറച്ച് പോലീസുകാർ നിൽക്കുന്നുണ്ട്. ഈ സമയത്താണ് ഒരു ചെറിയ പയ്യൻ അവിടെ ഒരു പോലീസുകാരൻ്റെ അടുത്തേക്ക് വരുന്നത്. അവനിപ്പോൾ ആ പോലീസുകാരനോട് പറയുന്നത് എൻ്റെ അമ്മയെ കാണുന്നില്ല, ഒന്ന് കണ്ടെത്തി തരാൻ പറ്റുമെന്നാണ്. എന്നാൽ പോലീസുകാരനാണെങ്കിൽ അവനവിടുന്ന് തള്ളി മാറ്റാണ്. ഈ സമയത്താണ് ഇതും കണ്ടുകൊണ്ട് റേച്ചൽ അങ്ങോട്ട് വരുന്നത്. ഈ സമയം തന്നെ ആ ഐലൻഡിൽ നിന്നുള്ള മുഴുവൻ പാലങ്ങൾ ഉയർത്തി. അങ്ങനെ റേച്ചൽ ഇപ്പോൾ ആ പയ്യന്റെ അടുത്തേക്ക് വന്നിട്ട് ആ പയ്യൻ അവിടുന്ന് പിടിച്ച് മാറ്റി. അതിനിടയിലാണ് അവിടുത്തെ വണ്ടിയിൽ നിന്നും ആ റാസൽ ഗുൾ ഇറങ്ങുന്നത്. അവരിപ്പം ആ പ്രോട്ടോടൈപ്പ് ഉണ്ടല്ലോ അത് അവിടേക്ക് ഇറക്കി വെച്ചു. എന്നിട്ട് വേഗം തന്നെ അത് ഓണാക്കുകയാണ്. ഇതെല്ലാം റേച്ചലും കാണുന്നുണ്ട്. പക്ഷെ അതെന്താണ് സംഭവം എന്ന കാര്യമൊക്കെ മനസ്സിലായിട്ടില്ല. അങ്ങനെ ആ മെഷീൻ ഓണാക്കി കഴിഞ്ഞപ്പം അവിടെ ആ ഗ്യാസ് സ്പ്രെഡ് ആവാൻ തുടങ്ങി. അത് കാണുന്ന റേച്ചൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ പയ്യനെ പിടിച്ചിട്ട് അവിടേക്ക് ഇങ്ങനെ പതുങ്ങിയിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഗോർഡൻ ആണെങ്കിൽ ഇപ്പൊ ആന്റിഡോട്ട് കുത്തിവെച്ചു. അതുകൊണ്ട് ഇനിയിപ്പോൾ ആ ഗ്യാസ് അയാളെ ബാധിക്കത്തില്ല. എന്നാൽ ഫ്ലാസ് കുറച്ച് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ആ ഗ്യാസ് ഇപ്പോൾ അയാളെ ബാധിച്ചു. അതുകൊണ്ട് തന്നെ അയാൾക്ക് പേടിയാവാൻ തുടങ്ങി. അതിനിടയിൽ 2 പേര് അയാളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അത് കണ്ടതും അയാൾ തോക്കെടുത്തു. എന്നാൽ അയാൾ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഗോഡൻ വന്നിട്ട് ഫ്ലാസിനെ അടിച്ചു വീഴ്ത്താണ്. എന്നിട്ട് വേഗം അയാൾ അവിടെ ലോക്ക് ചെയ്തു. അങ്ങനെ ആ ഐലൻഡ് മൊത്തം ഗ്യാസ് സ്പ്രെഡ് ആവാൻ തുടങ്ങി. ഇതേ സമയം തന്നെ ബാറ്റ്മാൻ ആണെങ്കിൽ അവന്റെ ബാറ്റ് കേവിൽ നിന്നും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് അവന്റെ വണ്ടിയിൽ കയറി വേഗം തന്നെ ആ ഐലൻഡിലേക്ക് പോവാണ്. ഈ സമയം തന്നെ ആ ഐലൻഡിലെ അവസ്ഥയാണെങ്കിൽ വളരെ മോശമാണ്. അവിടുത്തെ ആൾക്കാരൊക്കെ പേടിച്ചിട്ട് ഇങ്ങനെ പരസ്പരം ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ ഗോർഡൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവന്റെ ഫോൺ എടുത്തിട്ട് നേരെ കമ്മീഷണർ വിളിച്ചു. എൻ്റെ ആൾ പറയുന്നത് ഇവിടുത്തെ പോലീസുകാരൊക്കെ വേണം, നിങ്ങൾ എത്രയും പെട്ടെന്ന് കൂടുതൽ ഫോഴ്സിന് അയക്കണമെന്നാണ്. അതേക്കുന്ന കമ്മീഷണർ പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പോലീസുകാരെയും ഞങ്ങൾ അങ്ങോട്ട് അയച്ചു, ഇനിയിപ്പോൾ ആരും ബാക്കിയില്ല എന്നാണ്. എന്നാൽ അയാളത് പറഞ്ഞു തീർന്നതും ബാറ്റ്മാൻ അവന്റെ വണ്ടിയിൽ അതിലങ്ങോട്ട് ജമ്പ് ചെയ്യാണ്. അങ്ങനെ അവൻ നേരെ വന്ന് ലാൻഡ് ചെയ്യുന്നത് ഗോർഡന്റെ അടുത്തേക്കും. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഗോർഡന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് ചില കാര്യങ്ങളൊക്കെ ഗോർഡന്റെ അടുത്ത് പറയാണ്. നിങ്ങളിപ്പോൾ ഈ ഐലൻഡിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഇതൊരു തുടക്കം മാത്രമാണ്. ഈ ഗ്യാസ് സിറ്റിയിലെങ്ങാനും സ്പ്രെഡ് ആവുകയാണെങ്കിൽ പിന്നെ ഗോതത്തിനെ രക്ഷിക്കാൻ ആർക്കും പറ്റത്തില്ല. അതിന് അവന്മാർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ മെഷീൻ ട്രെയിനിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. വെയിൻ ടവറിന്റെ അടിയിലായിട്ടാണ് ഇവിടുത്തെ വാട്ടർ പൈപ്പുകളുടെ ഒരു ഹബ്ബ് ഉള്ളത്. അവിടേക്ക് തന്നെയാണ് റെയിലും കടന്നു പോകുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ട്രെയിൻ വെയിൻ ടവറിന്റെ അടുത്തേക്ക് എത്താൻ പാടില്ല. ട്രെയിനിന്റെ അകത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, പക്ഷെ നിങ്ങളെ കൊണ്ട് എനിക്കൊരു ഹെൽപ്പ് വേണം. എന്റെ വണ്ടി അറിയത്തില്ലേ, അത് നിങ്ങൾ ഓടിച്ചുകൊണ്ട് വെയിൻ ടവറിന് അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് ബാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ കൂടെ ബ്രൂസ് പയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതേസമയം തന്നെ റേച്ചൽ ആണെങ്കിൽ ആ പയ്യന്റെ കൂടെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ആ ഡോക്ടർ ക്രെയിൻ വന്നിട്ട് അവർ അറ്റാക്ക് ചെയ്യുന്നത്. അയാൾ ഒരു കുതിരപ്പുറത്തിരിക്കുകയാണ്. എന്നാൽ അത് കണ്ടതും റേച്ചൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവളുടെ കയ്യിൽ ഒരു ടേസർ ഉണ്ട്. അത് വെച്ചിട്ട് അവളിപ്പോൾ അയാളെ ഷോക്ക് അടിപ്പിച്ചു. അതിനെ തുടർന്ന് അയാൾ ആ കുതിരപ്പുറത്ത് അവിടുന്ന് പോവുകയും ചെയ്തു. എന്നാൽ അയാൾ പോയി കഴിയുമ്പോഴാണ് ആ അസൈലത്തിലുണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ അവരുടെ അടുത്തേക്ക് വരുന്നത്. അതിലൊരുത്തൻ്റെ കയ്യിൽ കത്തിയുണ്ട്. അത് കണ്ട് അവരാണെങ്കിൽ ശരിക്കും പേടിച്ച് നിൽക്കുകയാണ്. എന്നാൽ അയാൾ ആ കത്തി വെച്ചിട്ട് കുത്താൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ബാറ്റ്മാൻ അങ്ങോട്ട് ചാടി വീഴുന്നത്. എന്നിട്ട് അയാളെ അടിച്ചിട്ടതിന് ശേഷം വേഗം തന്നെ റേച്ചലിനെ ആ പയ്യനെ എടുത്തിട്ട് നേരെ മുകളിലേക്ക് പോവാണ്. അങ്ങനെ അവർ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ സേഫ് ആക്കിയതിന് ശേഷം ബാറ്റ്മാൻ അവിടുന്ന് പോകാൻ തുടങ്ങി. എന്നാൽ അത് കാണുമ്പോൾ റേച്ചൽ അവനെ വിളിച്ചു. എന്നിട്ട് റേച്ചൽ പറയുന്നത് ഒരുപക്ഷെ ഈ ഫൈറ്റിൽ നിങ്ങൾ മരിച്ചു പോയേക്കും, അതുകൊണ്ട് അതിനു മുമ്പ് നിങ്ങളുടെ പേര് എന്നോടൊന്ന് പറഞ്ഞൂടെ എന്നാണ് അവൾ ചോദിക്കുന്നത്. അതേക്കുന്ന ബാറ്റ്മാൻ പറയുന്നത് എന്റെ ഉള്ളിലെ ഞാൻ ആരാണ് എന്ന കാര്യത്തിന് ഒരു പ്രസക്തിയുമില്ല, ഞാൻ എന്താണോ ചെയ്യുന്നത് അതിലാണ് ഞാൻ ആരാണെന്ന് നിശ്ചയിക്കപ്പെടുന്നത് എന്നും പറഞ്ഞിട്ട് അവൻ ആ ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് ചാടി. അവന്റെ ആ ഡയലോഗിൽ അത് ബ്രൂസ് ആണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. കാരണം ഇതേ ഡയലോഗ് അവൾ ഇതിനു മുമ്പ് അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബ്രൂസ് അവിടെ നിന്ന് പറക്കാൻ തുടങ്ങി. അവൻ അതിലെ പറന്നു പോകുന്നത് താഴെ നിൽക്കുന്ന ആൾക്കാരും കാണുന്നുണ്ട്. എല്ലാവരും ഇപ്പൊ ആ ഗ്യാസ് അടിച്ച് നിൽക്കുകയാണല്ലോ, അതുകൊണ്ടൊരു വല്ലാത്ത രൂപത്തിലാണ് അവരവനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടുന്ന് പേടിച്ചോടുകയാണ്. അങ്ങനെ ബ്രൂസ് പെട്ടെന്ന് തന്നെ റാസൽ ഗോൾഡിന്റെ അടുത്തേക്ക് എത്തി. എന്നാൽ അവനെ കണ്ടതും അവനെ ബാക്കിയുള്ളവരെ ഏൽപ്പിച്ചിട്ട് അയാൾ ഒരു കയറിൽ തൂങ്ങിയിട്ട് ആ ട്രെയിനിലേക്ക് പോവാണ്. അങ്ങനെ ബ്രൂസ് ഉടനെ തന്നെ അവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ഫൈറ്റ് നടക്കുന്നതിനിടയിൽ റാസൽ ഗോൾഡ് ആണെങ്കിൽ ആ ട്രെയിനിലേക്ക് കയറി. ആ മെഷീനും അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അങ്ങനെ അതിനകത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിനു ശേഷം റാസൽ ഗുൾ വേഗം തന്നെ ആ ട്രെയിൻ എടുത്തു. ഇതേ സമയം തന്നെ ബാറ്റ്മാൻ ആണെങ്കിൽ അവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവനെ കണ്ട് കുറെ ആൾക്കാരും അവൻ്റെ അടുത്തേക്ക് എത്തി. ഈ സമയത്താണ് ആ ട്രെയിൻ അതിലെ പോകുന്നവൻ കാണുന്നത്. അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ആ റോപ്പ് ഷൂട്ട് ചെയ്യുന്ന ഗൺ എടുത്തിട്ട് ആ ട്രെയിനിന് നേരെ ഷൂട്ട് ചെയ്യാണ്. അതിനെ തുറന്ന് അവനും ആ ട്രെയിനിൻ്റെ കൂടെ പോകാൻ തുടങ്ങി. അങ്ങനെ കുറെ പോയി ഒരു സ്ഥലത്തെത്തുമ്പോൾ അവൻ വേഗം ആ ട്രെയിനിൻ്റെ അകത്തേക്ക് ചാടി കയറി. എന്നിട്ട് വേഗം ചെന്നിട്ട് ആ റാസൽ ഗുളുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. കുറേ നേരം ഈ ഫൈറ്റ് നടക്കുന്നുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും ഗോർഡൻ ആണെങ്കിൽ ബാറ്റ്മാന്റെ വണ്ടിയുമായിട്ട് വെയിൻ ടവറിന്റെ അടുത്തേക്ക് എത്തി. ഇനിയിപ്പോൾ ബാറ്റ്മാന്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രെയിൻ നിർത്തേണ്ട ആ സ്റ്റേഷൻ ഉണ്ടല്ലോ, അതിന്റെ ആ ടവർ മൊത്തം തകർത്ത് കളയാം. ആ കാര്യമാണ് ബാറ്റ്മാൻ അയാൾക്ക് ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ ഗോർഡൻ ഇപ്പം ബാറ്റ്മാന്റെ വണ്ടിയിൽ നിന്നും ആ ടവറിന് നേരെ ഷൂട്ട് ചെയ്യാണ്. അങ്ങനെ കുറേ നേരം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ആ ടവറൊക്കെ തകർന്നു വീണു. ഈ സമയമാകുമ്പോഴേക്കും ബാറ്റ്മാൻ ആണെങ്കിൽ റാസൽ ഗുളിനെ കീഴ്പ്പെടുത്തി. ഇപ്പൊ ആ ടവറൊക്കെ തകർന്നു കാണുമ്പോൾ ബാറ്റ്മാൻ ഇപ്പൊ റാസൽ ഗുളിനോട് പറയുന്നത്, നിന്നെ ഒരിക്കലും ഞാൻ കൊല്ലത്തില്ല, ഇവിടെ നിന്ന് നിന്നെ ഞാൻ രക്ഷിക്കത്തുമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പുറകിലേക്ക് ചാടി. അതിനെ തുടർന്ന് ആ ട്രെയിൻ ആണെങ്കിൽ നേരെ താഴേക്ക് ചെന്ന് വീണു. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ട്രെയിൻ അവിടെ നിന്ന് പൊട്ടിത്തെറിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ബാറ്റ്മാൻ ഇപ്പൊ ഗോതം സിറ്റിയെ സേഫ് ആക്കി. ഇതേ സമയം തന്നെ ഗോർഡൻ ആണെങ്കിൽ ആ വണ്ടിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. അയാളിപ്പോൾ മുകളിലേക്ക് നോക്കുമ്പോൾ ബാറ്റ്മാൻ അതിലെങ്ങനെ പറന്നു പോകുന്നുണ്ട്. അത് കണ്ടതും അയാൾ അവനെ കൈപോക്കി കാണിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി പതിവ് പോലെ തന്നെ ഏർലി ഒരു മീറ്റിംഗിന് വേണ്ടി അയാളുടെ ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ അയാൾ ആ മീറ്റിംഗ് നടക്കുന്ന ഹാളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഫോക്സ് നിൽക്കുന്നുണ്ട്. അത് കാണുമ്പോൾ അയാൾക്ക് ഡൗട്ടായി. തന്നെയിലൂടെ ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്, പിന്നെ താനെന്താണ് ഇവിടെ എന്നാണ് ഏർലി ചോദിക്കുന്നത്. അതേക്കുന്ന ഫോക്സ് പറയുന്നത്, താങ്കൾ എൻ്റെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടെന്നൊക്കെ ശരി തന്നെയാണ്, പക്ഷെ ഇപ്പം എനിക്ക് വേറൊരു ജോലി കിട്ടി, അത് നിങ്ങളുടെ ജോലിയാണ്, നിങ്ങളിവിടെ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള ലെറ്റർ നിങ്ങൾക്ക് കിട്ടിയില്ലേ എന്നാണ് ഫോക്സ് ചോദിക്കുന്നത്. ഈ സമയം തന്നെ ബ്രൂസ് ആണെങ്കിൽ അവൻ്റെ കാറിലിരിക്കുകയാണ്. ആൽഫ്രഡും ഉണ്ട്. ആൽഫ്രഡ് ഇപ്പം ഇന്നത്തെ ന്യൂസ് പേപ്പർ അവന് കൊടുത്തു. അതിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ ബാറ്റ്മാനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. എന്നാൽ ബ്രൂസിനെ കുറിച്ചുള്ള ന്യൂസ് 8ാമത്തെ പേജിലാണ്. അതിലവനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് കള്ളു കുടിച്ചിട്ട് അവൻ്റെ വീട് തന്നെ കത്തിച്ചു കളഞ്ഞു എന്നാണ്. അത് കാണുമ്പോൾ അവന് ശരിക്കും ചിരിയാണ് വരുന്നത്. ഈ സമയത്താണ് അവൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത്. അവൻ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് ഏർലിയാണ്. ഏർലി ഇപ്പോൾ അവനോട് ചോദിക്കുന്നത്, വെയിൻ എന്റർപ്രൈസസിലെ തീരുമാനങ്ങൾ എടുക്കാൻ നിന്നെ ആരാണ് ചുമതലപ്പെടുത്തിയത്? അതേക്കത് ബ്രൂസ് പറയുന്നത്, വെയിൻ എന്റർപ്രൈസസിന്റെ ഓണർ ഞാനല്ലേ, പിന്നെ എനിക്ക് തീരുമാനം എടുത്തൂടെ? അതേക്ക് ഏർലിക്ക് ഡൗട്ടായി. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? വെയിൻ എന്റർപ്രൈസസ് പബ്ലിക് ആക്കിയ കാര്യം നീ അറിഞ്ഞില്ലേ എന്നാണ് അയാളുടെ ചോദ്യം. അതേക്കത് ബ്രൂസ് പറയുന്നത്, ശരിയായിരിക്കും, പക്ഷെ കമ്പനിയുടെ മുഴുവൻ ഷെയറും വാങ്ങിച്ചത് ഞാനാണ്, അത് പല പേരിലാണെന്ന് മാത്രം എന്നാണ് ബ്രൂസ് പറയുന്നത്. അവൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ അയാൾക്കൊന്നും പറയാനില്ല. അങ്ങനെ ബ്രൂസ് വേഗം അവൻ്റെ ആ കത്തിപ്പോയ വീട്ടിലേക്ക് എത്തി. അവിടുത്തെ കിണറുണ്ടല്ലോ, അവൻ അതൊക്കെ ഒരു പട്ടിക വെച്ച് ഇങ്ങനെ മറച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് റേച്ചൽ അങ്ങോട്ട് വരുന്നത്. ഈ റേച്ചലിന് ഇവന് പണ്ട് മുതലേ ഇഷ്ടമാണ്. അവളിപ്പോൾ വന്നിട്ട് അവനൊന്ന് കിസ് ചെയ്തു. എന്നിട്ട് അവൾ പറയുന്നത്, നിന്റെ ഈ മുഖം ഉണ്ടല്ലോ, അതൊരു മുഖംമൂടിയാണ്, യഥാർത്ഥത്തിൽ നീ ബാറ്റ്മാൻ ആണ്. ഞാൻ സ്നേഹിച്ചിരുന്ന ബ്രൂസ് ഇപ്പൊ ഇവിടെ എവിടെയും ഇല്ല, പക്ഷെ അവൻ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒരുപക്ഷെ ഗോതം സിറ്റിക്ക് ബാറ്റ്മാൻ ആവശ്യമില്ലാത്തൊരു സമയം വരുമ്പോൾ അവൻ തിരിച്ചു വന്നേക്കും. അന്നായിരിക്കും ഞാൻ അവനെ കാണുക, അതാണ് എന്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോയി. അങ്ങനെ അവളോടുള്ള സംസാരം കഴിഞ്ഞതിന് ശേഷം ബ്രൂസ് ഇപ്പോൾ ആൽഫ്രഡിന്റെ അടുത്തേക്ക് എത്തി. ഇനിയിപ്പോൾ പുതിയതായിട്ടൊരു വീട് പണിയാം എന്നാണ് അവരിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ സമയം രാത്രി. ബാറ്റ്മാൻ ഇപ്പം ആ ഗോർഡന്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്, അവന്റെ ആ ലൈറ്റിന്റെ അടുത്തേക്ക്. അങ്ങനെ അവർ തമ്മിലുള്ള ആ സംസാരത്തിന്റെ ഇടയിൽ ഒരു ക്രിമിനലിന്റെ കാര്യം ഗോർഡൻ ഇപ്പോൾ ബാറ്റ്മാന്റെ അടുത്ത് പറയാണ്. ഒരുത്തിനെ കുറിച്ചിട്ടുള്ള ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു കാർഡ് എടുത്തിട്ട് ബാറ്റ്മാനെ കൊടുത്തു. ബാറ്റ്മാൻ ആ കാർഡ് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ ജോക്കറിന്റെ ഫോട്ടോ ആണ് ഉണ്ടായിരുന്നത്. അതിലേക്കൊന്ന് നോക്കിയതിന് ശേഷം ഇവന്റെ കാര്യം ഞാൻ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവൻ ആ ബിൽഡിംഗിൽ നിന്ന് താഴേക്ക് ചാടി. എന്നിട്ട് വേഗം തന്നെ അവിടുന്ന് പറന്നു പോവാണ്. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.